عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله وحبيبه وخليله. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي. ما قلت أنا والنبيون من قبلي لا إله إلا الله صدق رسول الله. وإذا أردت بأن تفوز وتتقي نار الجحيم وحرها المتوقدا، لذ بالنبي الهاشمي محمد خير الورى نسبا وأكرم محمدا. ആദരവുള്ള ഉലമാക്കളെ, ബഹുമാനമുള്ള കാരണവന്മാരെ, സാദാത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, സത്യാന്വേഷികളായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അവന്റെ ദീനിനെ കുറിച്ച് പറയാനും പഠിക്കാനും വേണ്ടി ഇവിടെ സംഗമിച്ചത് അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലുകളിൽ അല്ലാഹു ഇതിനെയും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, നമ്മെ സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ, കടപ്പാടുള്ളവർ, വേണ്ടപ്പെട്ടവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഈ പരിപാടിയുടെ സംഘാടകർ, ഇതിൽ സംബന്ധിച്ചവർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സംഭാവന നൽകിയവർ, എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, പ്രയാസങ്ങളെ ദൂരീകരിക്കട്ടെ, വിഷമങ്ങളെ അകറ്റിത്തരട്ടെ. നമ്മെയും അവരെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവരെയും നാളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. സമസ്ത കേരള സുന്നി യുവജന സംഘം കേരളത്തിൽ ആചരിച്ചു വരുന്ന ആദർശ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി സുലൈമാൻ സഖാഫി മാളിയക്കൽ ആദർശ സംബന്ധിയായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കുകയുണ്ടായി. ഇനി വളരെ കൂടുതൽ നീണ്ട ഒരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒരു അധിക പ്രസംഗത്തിന് ഞാൻ തുനിയൊന്നുമില്ല. ചില സുപ്രധാന വിഷയങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സഭ പിരിയാം. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശവും ആശയവും സുന്നത്ത് ജമാഅത്താണ് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും അറിയാം.
ഇസ്ലാമിന്റെ പേരിൽ കാക്കത്തൊള്ളായിരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥമായ ആശയം, ഇസ്ലാമിക ആശയം എന്ന് പറയുന്നത് പാരമ്പര്യ വിശ്വാസ ആചാര കർമ്മങ്ങളാണ്. അതിനാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. അതിന്റെ വാഹകർക്ക് പറയുന്നതാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന കാര്യം. അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഇവിടെ പ്രചരിപ്പിച്ച ആദർശങ്ങളിൽ, ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തൗഹീദാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ പ്രചരിപ്പിച്ച, പ്രബോധനം ചെയ്ത വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അത് തൗഹീദാണ്. ആ തൗഹീദ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സ്വഹാബികൾ, താബിഉകൾ, തബഉ താബിഉകൾ, മഹത്തുക്കൾ ഇവിടെ പഠിപ്പിച്ചതുപോലെ ഉൾക്കൊള്ളുകയും ഭാവി തലമുറക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് അഹ്ലുസുന്ന പ്രസ്ഥാനം. സുന്നത്ത് ജമാഅത്ത് എന്ന പാരമ്പര്യ ദീനിന്റെ ആളുകൾക്ക്, പാരമ്പര്യ വിശ്വാസികൾക്ക് തൗഹീദ് നഷ്ടപ്പെട്ടു എന്നും അവരൊക്കെ മുശ്രിക്കുകളാണെന്നും കാഫിറുകളാണെന്നുമുള്ള പ്രചാരണം കേരളക്കരയിൽ പുത്തൻവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സുന്നികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല, 14 നൂറ്റാണ്ട് കാലമായി ഇവിടെ പാരമ്പര്യ തൗഹീദും പാരമ്പര്യ വിശ്വാസവും അനുവർത്തിച്ചു വരുന്ന മുസ്ലിം ഭൂരിപക്ഷത്തെ മുശ്രിക്കുകളും കാഫിറുകളുമായി മുദ്ര കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പുത്തൻവാദികൾ എന്ന വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കണം. മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ കാഫിറുകളാണെന്നും മുശ്രിക്കുകളാണെന്നും അബൂജഹലിനെ പോലെയാണെന്നും അല്ല, അവരെക്കാൾ വലിയ മുശ്രിക്കുകളാണെന്നും കേരളത്തിലെ ബിദ്അഈ പ്രസ്ഥാനത്തിന്റെ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ AP അബ്ദുൽ ഖാദർ മൗലവി, ആ പ്രസ്ഥാനം ചിതറി 8 ഔദ്യോഗിക ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി തമ്മിൽ തച്ച് പിരിയുന്നതിന്റെ മുമ്പ് ആ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആ വ്യക്തി എഴുതിയ പുസ്തകം, ഞാനത് അങ്ങനെ പറയാൻ കാരണം ഇത് എല്ലാ വിഭാഗം, എല്ലാ ഗ്രൂപ്പിലെ മൗലവിമാർ, മുജാഹിദുകൾക്കും സ്വീകാര്യമാണ് എന്നതുകൊണ്ടാണ്. അവരെഴുതിയ പുസ്തകമാണിത്, ദൈവവിശ്വാസം ഖുർആനിൽ. ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? മക്കയിലെ മുശ്രിക്കുകൾ, ആ മക്കയിലെ മുശ്രിക്കുകൾ ആരാണ്? മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹല്, അബൂലഹബ് ഉൾപ്പെടുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് വിമർശിച്ചവരാണ്. തബ്ബത് യദാ അബീ ലഹബ്, ഖുർആൻ പേരെടുത്ത് പറഞ്ഞിട്ടുള്ളവരാ. ആ അബൂലഹബ് ഉൾക്കൊള്ളുന്ന മക്കയിലെ മുശ്രിക്കുകൾ അവരൊക്കെ പാർട്ട് ടൈം മുശ്രിക്കുകളെ ആകുന്നുള്ളൂ. കേരളത്തിലെ മുസ്ലിമീങ്ങളായ സുന്നികളായ നമ്മളെ കുറിച്ച് ഇയാൾ എഴുതുന്നു, കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ, സുന്നികൾ അവരൊക്കെ ഫുൾ ടൈം മുശ്രിക്കുകളാകുന്നു എന്നാണ്. അപ്പൊ മക്കയിലെ മുശ്രിക്കുകൾ പാർട്ട് ടൈം മുശ്രിക്കുകളാണ്. 24 മണിക്കൂറിൽ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ അങ്ങനെയൊക്കെയുള്ള കുറഞ്ഞ സമയം മാത്രമേ അവർ മുശ്രിക്കാകുന്നുള്ളൂ. കേരളത്തിലെ സുന്നികളോ, സുന്നി പ്രസ്ഥാനം എന്ന മുസ്ലിമീങ്ങൾ അവരൊക്കെ ഫുൾ ടൈം മുശ്രിക്കുകളാകുന്നു എന്നാണ് മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി എഴുതി പുറത്തിറക്കിയ, കേന്ദ്രം പ്രസിദ്ധീകരിച്ചിട്ടുള്ള, മുജാഹിദുകൾ പിളരുന്നതിന്റെ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ പുസ്തകത്തിൽ പറയുന്നത്. സഹോദരങ്ങളെ, നമുക്കാർക്കും തൗഹീദ് ഇല്ല, നമ്മളൊക്കെ മുശ്രിക്കുകളാണ്, അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കുകളാകുന്നു എന്ന ഒരു വലിയ വാദം കേരളത്തിലെ പുത്തൻവാദികൾ
മുജാഹിദുകൾ രംഗത്ത് കൊണ്ടുവരികയാണ്. എന്നാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് ജമാഅത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്നത്, ഇവിടെ പ്രബോധനം ചെയ്യുന്നത് തൗഹീദാണ്. ഏതാണ് ആ തൗഹീദ്? അത് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തിട്ടുള്ള തൗഹീദാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഖുർആൻ പറഞ്ഞു, ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുഴുവൻ പ്രവാചകന്മാർക്കും, നബി തങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവാചകന്മാരിലേക്കും നമ്മൾ പ്രബോധനം ചെയ്തത് എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. എന്നെ മാത്രം, ഞാൻ മാത്രമേ ഇലാഹുള്ളൂ, ആരാധ്യനായി ഞാൻ മാത്രമേ ഉള്ളൂ. ഫഅബ്ദൂൻ, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കണം. ഇതാണ് പ്രവാചകന്മാർ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ്. ഈ തൗഹീദാണ് 14 നൂറ്റാണ്ടു കാലമായി മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്ന പ്രസ്ഥാനം സഹോദരങ്ങളെ ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ള തൗഹീദും ഇത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ പൂർവ്വ പ്രവാചകന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. എന്ന തൗഹീദാണ് ഇവിടെ അവരൊക്കെ പ്രചരിപ്പിച്ചത്. സഹോദരന്മാരെ, ഇതല്ലാത്ത ഒരു തൗഹീദ്, പ്രവാചകന്മാര് പഠിപ്പിച്ചതല്ലാത്ത ഒരു തൗഹീദ് സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്ന പ്രസ്ഥാനം ഒരിക്കലും പ്രചരിപ്പിച്ചിട്ടില്ല, പ്രബോധനം ചെയ്തിട്ടില്ല. എന്താണ് ആ തൗഹീദ്? അത് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചതുപോലെ ഈ അണ്ഡകടാഹം മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്നവൻ കരുണാവാരിധിയായ അല്ലാഹു ജല്ല വഅല പടച്ച തമ്പുരാനാണ്. ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ അൻആമിൽ പറഞ്ഞില്ലേ, ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു ഖാലിഖു കുല്ലി ശൈഇ ഫഅബ്ദു വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ. ആ നാഥനാണ് നിങ്ങളുടെ അല്ലാഹു, നിങ്ങളുടെ റബ്ബ് അവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരാരാധ്യനില്ല. ഖാലിഖു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഫഅബ്ദൂഹു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഇതാണ് വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, എല്ലാറ്റിനും ഭരമേൽപ്പിക്കപ്പെടാൻ പറ്റുന്നവൻ, എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ അവൻ മാത്രമാണ്. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഈ വലിയ സിദ്ധാന്തം, ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള തൗഹീദ്. ഈ 1,24,000 വരുന്ന പ്രവാചകന്മാർ, അല്ലെങ്കിൽ അതിലധികം വരുന്ന പ്രവാചകന്മാർ, അവരൊക്കെ പഠിപ്പിച്ചിട്ടുള്ള തൗഹീദ് ഈ തൗഹീദാണ്. ഈ ലോകത്തെ അണ്ഡകടാഹത്തെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് പോറ്റിക്കൊണ്ടിരിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്, നമുക്ക് വെള്ളവും വായുവും വെളിച്ചവും നൽകിയത്, നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകിയത്, സൗരയൂഥ മണ്ഡലത്തെയും ഈ പ്രപഞ്ചത്തെ മുഴുക്കയും സൃഷ്ടിച്ചിട്ടുള്ളത് ആ അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്ക് ആരാധന സമർപ്പിക്കാൻ പറ്റുകയില്ല എന്ന സഹോദരങ്ങളെ ഏറ്റവും മികച്ച ഈ സന്ദേശം, ഇതാണ് പ്രവാചകന്മാര് പഠിപ്പിച്ച തൗഹീദ്. അത് തന്നെയാണ് അഹ്ലുസുന്ന വൽ ജമാഅത്താകുന്ന ഈ പ്രസ്ഥാനം എക്കാലമത്രയും പ്രബോധനം ചെയ്തിട്ടുള്ള തൗഹീദും ഇത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഈ തൗഹീദിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ
വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഈ തൗഹീദിൽ നിന്ന് മനുഷ്യ നീ എങ്ങാനും പിന്മാറിയാൽ, നീ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ശിർക്ക് വെച്ചാൽ, നിന്റെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ പരാജിതരിൽ പെട്ടുപോകുന്നതാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ച ഈ വലിയ സന്ദേശം. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനല്ലാതെ ആരാധ്യനില്ല, അവനല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ പ്രാർത്ഥനക്ക് ആരാധനക്ക് ഉത്തരം ചെയ്യുന്നവനില്ല എന്ന വലിയ സന്ദേശം. സഹോദരങ്ങളെ, അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ്. ചെറിയ രൂപത്തിൽ ഞാൻ പറയുന്നത് അതാണ് ഇസ്ലാമിലെ തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹതയുള്ളവൻ വേറെ ഒരാളും ഇല്ല. അതാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആ മഅബൂദ് എന്ന ആരാധനക്ക് ആരാധിക്കപ്പെടുന്നവൻ, മുസ്തഹിഖുൽ ലിൽ ഇബാദ, ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളും ഇല്ല. ഇതാണ് കലിമത്തു തൗഹീദിന്റെ അർത്ഥം. അതല്ലാതെ ഈ അർത്ഥങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത മറ്റൊരാൾ സഹായം ചോദിക്കപ്പെടാൻ ഇല്ല എന്ന് ഒരർത്ഥം കലിമത്തു തൗഹീദിനില്ലേ ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാത്ത മറ്റൊരാളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ആരാധിക്കപ്പെടാൻ മറ്റൊരാളും ഇല്ല, അല്ലാഹുവിന് മാത്രമേ അത് പറ്റുകയുള്ളൂ. ഇതാണ് ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അപ്പോ ഇലാഹ്, ലാ ഇലാഹ എന്ന ഇലാഹ് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ആരാധനക്ക് അർഹതയുള്ളവൻ മറ്റൊരാളില്ല എന്നാണ്. നമ്മുടെ നാട്ടിലെ വിവിധ കക്ഷികൾ, പുത്തൻവാദികൾ, അവര് ഈ വചനത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവരൊക്കെ പറയുന്നത് എന്താ? സഹായം ചോദിക്കാൻ അള്ളാഹുവിനോടെ പറ്റുകയുള്ളൂ. അത് ഭൗതികമോ അഭൗതികമെന്നൊക്കെയുള്ള തരം തിരിവ് ഉണ്ടാക്കി സഹായത്തിന് അള്ളാഹുവിനോടെ പറ്റൂ, അല്ലാത്ത ഒരാളോട് ചോദിച്ചാൽ അത് തൗഹീദിന് വിരുദ്ധമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമാണ് എന്ന ഒരു തെറ്റായ ധാരണ വെച്ചു പുലർത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് മുസ്ലിം സമുദായത്തെ മുശ്രിക്കും കാഫിറുമാക്കാൻ ഇവർക്ക് പ്രചോദനം ഉണ്ടാകുന്നത്. സത്യത്തിൽ അത് തികച്ചും ദുർവ്യാഖ്യാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹതയില്ല എന്നാണ്. എന്താണ് ഈ ആരാധന? എന്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്? ഇസ്ലാമിലെ ഇബാദത്ത് എന്ന് പറയുന്നത് എപ്പോഴാണ് സഹോദരന്മാരെ അത് ഉണ്ടാവുക? നമ്മൾ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുമ്പോഴേക്ക് അത് ഇബാദത്താകുമോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി എന്ന് വിളിക്കുമ്പോഴേക്ക് അത് ആരാധനയാകുമോ, ഇബാദത്താകുമോ? ചില ആളുകൾ നീട്ടി കുറുക്കി പരത്തി പറഞ്ഞ് അത് ഇബാദത്തിന്റെ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രമാണങ്ങളെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണത്. ഞാനിപ്പോ വിശദമായി പ്രമാണങ്ങളിലേക്ക് ഇറങ്ങുന്നില്ല. ഇബാദത്ത്, ആരാധന എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? സഹോദരന്മാരിത് ചിന്തിക്കണം. മുസ്ലിം സമുദായത്തെ കാഫിറും മുശ്രിക്കുമാക്കാൻ നമ്മുടെ രാജ്യത്തെ പുത്തൻവാദികൾ ദുരുപയോഗപ്പെടുത്തുന്നത് ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം തെറ്റിദ്ധരിച്ചു പോയവർ നിർബന്ധമായും കേൾക്കുകയും പഠിക്കുകയും വേണം. അല്ലാത്തവർ അനിവാര്യമായും ഇത് മനസ്സിലാക്കണം. എന്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്? പണ്ഡിതന്മാരെല്ലാവരും വിശദീകരിച്ചു. അങ്ങേയറ്റത്തെ പരമമായ വിനയവും താഴ്മയും, അതിനാണ് ഇബാദത്ത് എന്ന് പറയുക.
എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെക്കുന്നു. പുത്തൻവാദികൾക്ക് സ്വീകാര്യനായ പണ്ഡിതന്മാർ വരെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തി വെക്കുന്നു. പരമമായ വണക്കം എന്നത് എപ്പോഴാണ് ആവുക? നമ്മുടെ നാട്ടിലെ പുത്തൻവാദികൾ അവര് നമ്മൾ മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ, ആരംഭ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ ഒരുപക്ഷെ നമ്മൾ കണ്ണു ചിമ്മി വിളിക്കും, ഓ നമുക്കൊരു ഭക്തി കിട്ടാൻ. അങ്ങനെ നമ്മൾ വിളിക്കുമ്പോ അത് ആരാധനയാവുന്നു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ മഹാത്മാക്കളുള്ള ബഹുമാനം, ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് നമ്മൾ വളരെ അതവോടെ വിളിക്കും. ആ വിളി ആരാധനയാണ് എന്ന് ഇവർ തെറ്റായി ധരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇബാദത്ത് ആരാധനയാവുന്നത് എപ്പോഴാണ്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം 8 ഗ്രൂപ്പായി ചിന്നിച്ചിതറുന്നതിന്റെ മുമ്പ് അവർ പുറത്തിറക്കിയ മുഖപത്രമാണ് അൽമനാർ. 1988 ജനുവരി ലക്കത്തിലിറങ്ങിയ അൽമനാറാണ് എന്റെ കയ്യിലുള്ളത്. സംശയമുള്ള ആർക്ക് വേണമെങ്കിലും നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. സഹോദരങ്ങളെ, നമ്മുടെ പ്രമാണങ്ങൾ, ഇമാമുകൾ എഴുതിയ കിതാബുകളും പ്രമാണങ്ങളും ഒക്കെ അവിടെ ഇരിക്കട്ടെ. കേരളത്തിലെ പുത്തൻവാദികൾക്ക് സ്വീകാര്യമായ അവരുടെ വലിയ നേതാക്കൾ എഴുതി വച്ചിട്ടുള്ള ലേഖനങ്ങൾ, അതാണ് ഞാൻ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. അത് ഏതെങ്കിലും വാറോലയിലല്ല, മുഖപത്രമായ അൽമനാർ രേഖപ്പെടുത്തി വെക്കുകയാണ്. ആരാധന, ഒരു വണക്കം, ഒരു വിനയം, ഒരു താഴ്മ, ഒരു അനുസരണം, അതെപ്പോഴാണ് ആരാധനയാവുക? മുജാഹിദുകൾ വിശദീകരിക്കുന്നു. അപ്പോൾ അങ്ങേയറ്റത്തെ അനുസരണവും താഴ്മയും അടിമത്തവും ഒക്കെ തന്നെയും ഇബാദത്തും അത് തൗഹീദിന് വിരുദ്ധവുമായി തീരണമെങ്കിൽ, കേൾക്കണേ, മുജാഹിദുകൾ പറയുകയാണ്, അതിന്റെ പിന്നിൽ ദിവ്യത്വ സങ്കല്പവും തദനുസാരമുള്ള വിശ്വാസവും കൂടി ഉണ്ടായിരിക്കണമെന്ന് വരുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പല ശൈലികളിൽ ഇത് ഒരു നിബന്ധനയായി അംഗീകരിച്ചതു കാണാം. അപ്പൊ ഇത് മുജാഹിദ് മൗലവിയുടെ അൽമനാർ എന്ന പത്രത്തിൽ അവരുടെ ചീഫ് എഡിറ്റർ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിന്റെ അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല, ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഒരു കാര്യം, ഒരു താഴ്മ, ഒരു വിനയം, അത് ഇബാദത്താണ്, ആരാധനയാണ് എന്ന് പറയണമെങ്കിൽ എന്തു വേണം? മുജാഹിദുകൾ എഴുതി പിടിപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ താഴ്മ ചെയ്യുമ്പോ, ആ വിനയം പ്രകടിപ്പിക്കുമ്പോ, ആ ശക്തിക്കു മുമ്പിൽ ദിവ്യത്വം ചാർത്തണം. ദിവ്യത്വം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവീകത ചാർത്തണം. നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ, നമ്മളൊരു ശക്തിയുടെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കുമ്പോ, താഴ്മ ചെയ്യുമ്പോ, ബഹുമാനിക്കുമ്പോ, ആദരിക്കുമ്പോഴൊക്കെ അത് ആ ശക്തിക്കുള്ള ആരാധനയാവണമെങ്കിൽ ദിവ്യത്വം ചാർത്തണം, ദൈവീകത സമർപ്പിക്കണം. അതായത് ഇത് ദൈവമാണെന്നോ, ദൈവപുത്രനാണെന്നോ, ദൈവ അവതാരമാണെന്നോ, ദൈവീകത, ദിവ്യത്വം ഇതിലുണ്ടെന്നോ വിശ്വസിക്കുമ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ. ആരാണിത് പറയുന്നത്? കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം 8 ഗ്രൂപ്പായി ചിന്നിച്ചിതറി തമ്മിൽ തള്ളുന്നതിന്റെ മുമ്പ് അവർ പുറത്തിറക്കിയിട്ടുള്ള ലേഖനമാണ്, മാസികയാണ് അൽമനാർ. ആ അൽമനാർ മാസികയിലെ ലേഖനമാണിത്. ഇതേ ആശയം വിചിന്തനം 2003 പുസ്തകം 2 ലക്കം 4 അതിലും അവർ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഡസനോളം പ്രസിദ്ധീകരണങ്ങളിൽ ഈ ആശയം മുജാഹിദുകൾ എഴുതിയത് എന്റെ കൈവശം തന്നെയുണ്ട്. ഞാൻ പറഞ്ഞത് എന്താ? ഒരു കർമ്മം അത് ആരാധനയാവുന്നത് എപ്പോഴാ? മുജാഹിദുകൾ പറയുന്നു അത് ആരാധനയാണ്, അതുകൊണ്ട് അത് ശിർക്കായി, അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്ത കാരണത്തിനാൽ എന്ന് പറയണമെങ്കിൽ അത് എപ്പോഴേ ആവുകയുള്ളൂ? നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ വിനയം കാണിക്കുന്ന, നമ്മൾ താഴ്മ ചെയ്യുന്ന ശക്തി, വ്യക്തി, വസ്തു എന്താണെങ്കിലും ശരി,
അതിന് ദിവ്യത്വം ചാർത്തണം, ദൈവമാണെന്ന് കരുതണം, ദൈവീകത ഉണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ എന്ന് പറയുന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രമാണ്. നിങ്ങൾ ചിന്തിക്കൂ സഹോദരങ്ങളെ, ഇത് മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, നമുക്കത് നിഷേധിച്ചുകൂടാ. ആ യാഥാർത്ഥ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കൂ, ലോകത്തുള്ള അഹ്ലു സുന്ന പ്രസ്ഥാനം, സുന്നികൾ, അവർ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നവരാണ് എന്ന് ഇതനുസരിച്ച് പറയാൻ കഴിയോ? നമ്മൾ മഖ്ബറയിൽ പോകുന്നു, മഹാത്മാക്കളെ ബഹുമാനിക്കുന്നുണ്ട്, നിഷേധിക്കുന്നില്ല. ജാറങ്ങളിൽ പോകുന്നുണ്ട്, അവിടെ ബറക്കത്തെടുക്കുന്നു, നിഷേധിക്കുന്നില്ല. പക്ഷേ ആ ജാറങ്ങളിലുള്ള മഹാനെ കുറിച്ച് മുസ്ലിമീങ്ങളായ നമ്മൾ ആരെങ്കിലും ദിവ്യത്വം ചാർത്തിയിട്ടുണ്ടോ? ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ? ദൈവ അവതാരമാണെന്ന് കരുതിയിട്ടുണ്ടോ? ദൈവപുത്രനാണെന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ലേ ഇല്ല. മുജാഹിദ് പത്രം പറയുന്നതിനനുസരിച്ച് അതൊരിക്കലും ആരാധനയാണെന്ന് പറയാൻ പറ്റൂല. അത് ചെയ്ത സുന്നികൾ മുശ്രിക്കുകളാണ് എന്ന് പറയാൻ കഴിയൂല. ഇനി നിങ്ങൾ നോക്ക്, മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ അഹ്ലുസുന്നത്തി വൽ ജമാഅ സംശയവും മറുപടിയും എന്ന പുസ്തകം, അതിൽ പറയുന്നത് എന്താണ്? മുസ്ലിമീങ്ങളായ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച്, നമ്മൾ ചെയ്യുന്ന ഇസ്തിഗാസയെ കുറിച്ച്, മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുന്നതിനെ കുറിച്ച് പ്രാർത്ഥനയാണ് എന്ന് മുജാഹിദുകൾ പറയാറുണ്ട്. സാങ്കേതിക ഭാഷയിലുള്ള പ്രാർത്ഥനയല്ലാതെ ഭാഷാപരമായി തേട്ടത്തെക്കുറിച്ചും അപേക്ഷയെക്കുറിച്ചും വിളിയെക്കുറിച്ചുമൊക്കെ പ്രാർത്ഥന എന്ന് പറയാം. ആ അർത്ഥത്തിലാണെങ്കിൽ കുഴപ്പമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, മുജാഹിദുകൾ അവരുടെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ഈ പുസ്തകത്തിൽ അവരൊരു ചോദ്യവും മറുപടിയും നടത്തുകയാണ്. എന്താ? അപ്പോൾ പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉത്തരം, അതിന്റെ മറുപടി പറയാൻ, പ്രാർത്ഥനയും സഹായാർത്ഥനയും തമ്മിൽ ഭാഷാപരമായി വലിയ വ്യത്യാസമൊന്നുമില്ല. ഭാഷയിൽ സഹായാർത്ഥന എന്ന് പറഞ്ഞാലും പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ഏറെക്കുറെ ഒന്നെന്നെയാണ്. സഹായം അർപ്പിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച്, അത് വ്യക്തിയോ മരമോ കല്ലോ ഖബറോ എന്തായാലും, ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിൽ ആ അർത്ഥന ആരാധനയാണ്. നിങ്ങൾ ചിന്തിക്കണം, സുന്നികളായ നമ്മൾ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ, മുഹയ്യദ്ദീൻ ശൈഖിനെ വിളിക്കുമ്പോ അത് അവർക്കുള്ള ആരാധനയാണ് എന്ന് പറയാൻ പറ്റുമോ? മുജാഹിദുകൾ പറയുന്നു പറ്റില്ല. എന്തുകൊണ്ട്? വിളിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദൈവമെന്നോ ആരാധ്യനെന്നോ ദിവ്യത്വമുണ്ടെന്നോ വിശ്വാസമുണ്ടെങ്കിലേ ആ വിളി, ആ തേട്ടം, ആ അപേക്ഷ, ആ യാചന അവർക്കുള്ള ആരാധന ആവുകയുള്ളൂ. അതില്ലെങ്കിലോ? മുജാഹിദ് പറയുന്നു, ഈ വിശ്വാസമില്ലെങ്കിൽ വെറും സഹായാർത്ഥന മാത്രമാകുന്നു. അത് പ്രാർത്ഥനയല്ല, അത് ആരാധനയല്ല, അത് ശിർക്കല്ല, അത് കേവലം സഹായാർത്ഥന മാത്രമാകുന്നു. ആരാധ എഴുതി പിടിപ്പിച്ചത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾ എഴുതിയതല്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ ചോദ്യങ്ങളും മറുപടിയിലുമാണ് ഈ സത്യം തുറന്നെഴുതിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരംഭ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുമ്പോ യാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്തു ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് എന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ വിളിക്കുമ്പോൾ, വിളിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരിക്കലും അല്ലാഹുവിന്റെ റസൂൽ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ദൈവാവതാരമാണെന്ന് വിശ്വസിച്ചിട്ടില്ല, ആരാധ്യനാണെന്ന് നിലച്ചിട്ടില്ല, ദിവ്യത്വമുണ്ടെന്ന കാര്യം
ചിന്തിച്ചിട്ട് പോലുമില്ല. മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ വിളിക്കുമ്പോഴുള്ള വിശ്വാസം അങ്ങനെയാണ്. പിന്നെന്താണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം? ദൈവമാണെന്നോ, ദൈവ അവതാരമാണെന്നോ, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ, ദിവ്യത്വമുണ്ടെന്നോ വിശ്വസിച്ചിട്ടില്ല. പിന്നെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതോ അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇങ്ങനെയാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. ഇങ്ങനെ വിശ്വസിക്കുകയാണോ? എന്നാൽ കേരളത്തിലെ മുജാഹിദ് പറയുന്നു, ആ വിശ്വാസമാണെങ്കിൽ അത് സഹായാർത്ഥന മാത്രമാകുന്നു, അത് ആരാധനയല്ല, അത് ശിർക്കുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ 3 ഉദ്ധരണികൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എഴുതിയത് 1 ഡസനോളം എനിക്ക് വായിക്കാൻ കഴിയും. എന്റെ കയ്യിൽ അതിന്റെ രേഖകളുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, സത്യം ചിന്തിക്കുന്നവർക്ക് ഇത് തന്നെ ധാരാളം മതി. പടച്ച തമ്പുരാൻ പഠിപ്പിച്ച ഈ സന്ദേശം, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച സന്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗഹീദ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹതയില്ല. ആരാധനയാവുന്നത് എപ്പോഴാണ്? മുജാഹിദുകളുടെ 1 ഡസനോളം പ്രസിദ്ധീകരണങ്ങൾ പറയുന്നു, നമ്മൾ വിനയം പ്രകടിപ്പിക്കുന്ന, താഴ്മ ചെയ്യുന്ന ശക്തിക്ക്, ആ ശക്തിക്ക് ദിവ്യത്വം ചാർത്തണം, ദൈവമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവ അവതാരമാണെന്ന് കരുതണം, അതല്ലെങ്കിൽ ദൈവപുത്രനാണെന്നുണ്ടാവണം, അല്ലെങ്കിൽ ആരാധ്യനാണെന്ന് വിശ്വസിക്കണം, ദിവ്യത്വമുണ്ടെന്ന് കരുതണം. അപ്പോഴേ അത് ആരാധനയാവുകയുള്ളൂ എന്ന് കേരളത്തിലെ മുജാഹിദുകളും പറയുന്നു. ഈ സത്യത്തെ അഹ്ലുസുന്ന അംഗീകരിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം എഴുതിയതനുസരിച്ച് കേരളത്തിലെ അല്ല, ലോകത്തുള്ള അഹ്ലുസുന്ന പ്രസ്ഥാനത്തെ മുശ്രിക്കും കാഫിറുമാക്കാൻ ഒരൊറ്റ വ്യക്തിക്കും കഴിയില്ല. സുന്നികളായ അഹ്ലുസുന്ന പ്രസ്ഥാനം അവർ തൗഹീദിൽ നിന്ന് മാറിയവരാണെന്നും ശിർക്കിലേക്ക് എത്തിയവരാണെന്നും പറയാനും അത് പ്രചരിപ്പിക്കാനും പ്രഖ്യാപിക്കാനും ഒരാൾക്കും കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇവിടുത്തെ മുജാഹിദുകൾ എന്തു ചെയ്യുന്നു? ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്തു ചെയ്യുന്നു? ഈ സത്യത്തെ മാറ്റിമറിച്ചുകൊണ്ട്, കുഴിച്ചു മൂടിക്കൊണ്ട്, തൗഹീദിന് അവർ സ്വന്തമായ നിർവചനങ്ങളും സ്വന്തമായ ഒരു തൗഹീദും മെനഞ്ഞുണ്ടാക്കുന്നു. എന്നിട്ടോ തവസ്സുലും, മുസ്ലിമീങ്ങൾ നിരാക്ഷേപം ചെയ്തു വരുന്ന തവസ്സുലും ഇസ്തിഗാസയും തശഫുഉം ശഫാഅത്ത് ചോദിക്കലുമൊക്കെ ശിർക്കായി മുദ്രകുത്തി, ആ ശിർക്കായി പ്രഖ്യാപിച്ച് പുതിയ ഒരു തൗഹീദ് ഉണ്ടാക്കുകയാണ്. ഈ തൗഹീദ് അവരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള തൗഹീദാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചതല്ല, ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള തൗഹീദല്ല. സഹോദരങ്ങളെ, എന്തിന് അവരുടെ സ്വന്തം പ്രസിദ്ധീകരണങ്ങൾ പോലും പറഞ്ഞതിന് എതിരാണ് പുതിയ മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷലിപ്തമായ ദുർവ്യാഖ്യാന ഭാണ്ഡമാകുന്ന തൗഹീദ് എന്ന പേരിട്ടിട്ടുള്ള ഈ ആശയം എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം. അതവർ മെനഞ്ഞെടുത്ത് ഉണ്ടാക്കി, എന്നിട്ട് പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ വെച്ചുകെട്ടുകയാണ്, അല്ലാഹുവിന്റെ പേരിൽ വെച്ചുകെട്ടുകയാണ്. ഇത് പടച്ചവൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകൾക്ക് പുകമറ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ കാപട്യം ഞാനിവിടെ നിങ്ങളെ തെളിയിക്കാൻ പോവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹുവിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ള, പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ പറഞ്ഞിട്ടുള്ള കളവുകളിൽ വെച്ച് ഏറ്റവും വലിയ കളവാണ് അവർ ഈ തൗഹീദിന് മെനഞ്ഞെടുത്തിട്ടുള്ളത്. അവർ ആ പുതിയ തൗഹീദ് എന്ന പേരിൽ അവർ മെനഞ്ഞെടുത്ത വിശലിപ്താശയത്തിന്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കി, കാഫിറാക്കി കൊണ്ടിരിക്കുന്നത് അത് പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ അവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കളവാണ്
എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം. അത്തരക്കാരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നമുക്കറിയാം. അല്ലാഹു പറഞ്ഞില്ലേ, ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം ثم يقولون هذا من عند الله. ആശയങ്ങൾ, പുസ്തകങ്ങൾ അവർ സ്വന്തമായി മെനഞ്ഞെടുത്ത് എഴുതി ഉണ്ടാക്കുന്നു. പടച്ചവൻ പറയുകയാണ്, എന്നിട്ടോ അവരുടെ കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതിനു ശേഷം അവരുണ്ടാക്കിയ ആശയത്തെ കുറിച്ച് അവർ പറയുന്നു, ثم يقولون هذا من عند الله. ഇത് അല്ലാഹുവിൽ നിന്നുള്ള ആശയമാണ്, ഇതാണ് അല്ലാഹു പഠിപ്പിച്ച ആശയം, ഇതാണ് ഖുർആൻ പഠിപ്പിച്ച ആശയം എന്ന് അവർ അല്ലാഹുവിന്റെ പേരിൽ അവരുണ്ടാക്കിയ ആശയത്തെ അല്ലാഹുവിന്റെ പേരിൽ കെട്ടിവെക്കുന്നു. ലിയശ്തറൂ ബിഹി സമനൻ ഖലീലാ. എന്നിട്ട് അത്തരം പ്രസിദ്ധീകരണങ്ങൾ, ആ വിശലിപ്തമായ ആശയങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ, പരിഭാഷകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ അവർ കുറഞ്ഞ വിലക്ക് വിറ്റഴിക്കുന്നു. അല്ലാഹു പഠിപ്പിക്കുകയാണ്, അങ്ങനെയുള്ള കക്ഷികൾക്ക് ഫവൈലുൻ, അല്ലാഹുവിൽ നിന്നുള്ള വലിയ നാശമുണ്ട്. ഖുർആൻ ആവർത്തിക്കുന്നു, ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം. അവരുടെ കൈകൾ എഴുതി ഉണ്ടാക്കിയ ആ തെറ്റായ വിഷലിപ്തമായ ആശയങ്ങളില്ലേ, പൂർവീകർ 14 നൂറ്റാണ്ടുകാലമായി അംഗീകരിച്ചു വരുന്ന തൗഹീദിനെ അട്ടിമറിച്ചുകൊണ്ട് സ്വയം നിർമ്മിച്ചുണ്ടാക്കിയ തൗഹീദ് എന്ന ആ ദുർവ്യാഖ്യാനമില്ലേ, അത് അല്ലാഹുവിന്റെ മേലിൽ കെട്ടിവെച്ചിട്ടില്ലേ, ആ കക്ഷികൾക്ക് ഫവൈലുൻ, അവർ ലഹും, അവർക്കാണ് ശക്തമായ നാശമുള്ളത്. ഫവൈലുൽ ലഹും, അല്ലാഹു പറയുന്നു, വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവർ ചെയ്ത പ്രവർത്തനം, അവരാ ചെയ്ത പ്രവർത്തനമുണ്ടല്ലോ, 14 നൂറ്റാണ്ടുകാലത്തെ മുസ്ലിം പാരമ്പര്യത്തെ തകിടം മറിച്ചുകൊണ്ട് അവരൊക്കെ പഠിപ്പിച്ച തൗഹീദിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ സ്വന്തമായ ഒരു തൗഹീദ് എന്ന പേരിൽ ഒരു ദുർവ്യാഖ്യാനമുണ്ടാക്കി അല്ലാഹുവിന്റെ പേരിൽ വെച്ചുകെട്ടുന്നു, ഖുർആനിന്റെ പേരിൽ വെച്ചുകെട്ടുന്നു. ഇതാണ് അല്ലാഹു പഠിപ്പിച്ച തൗഹീദ് എന്ന് പ്രചരിപ്പിക്കുന്നു. അങ്ങനെയുള്ള കക്ഷികൾക്ക് വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. അവരാ ചെയ്ത പ്രവൃത്തിയുണ്ടല്ലോ, അതിൽ അവർക്ക് അങ്ങേ അറ്റത്തെ നാശമുണ്ട്. നരകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ അവർക്കാണ് ഉള്ളതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അത്തരക്കാർക്ക് താക്കീത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അതിന്റെ 79-ാമത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന് പരിചയമില്ലാത്ത ഒരാശയം, സ്വഹാബത്തിന് പരിചയമില്ലാത്ത ആശയം, താബിഉകൾക്കും മദ്ഹബിന്റെ ഇമാമുകൾക്കും പരിചിതമില്ലാത്ത ആശയം, അതേ 14 നൂറ്റാണ്ടുകാലത്തെ മുസ്ലിമീങ്ങൾക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാശയത്തെ അത് ദീനായി, അത് തൗഹീദായി, അത് ഖുർആനായി അല്ലാഹുവിന്റെ പേരിൽ കെട്ടിവെച്ചിട്ടുള്ള മുജാഹിദ് മൗലവിമാർ, ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാർ, പുത്തൻവാദികളായ മറ്റേത് കക്ഷികളുണ്ടോ അവർക്ക് സർവനാശവും ഉണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ, ആ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അത്തരക്കാർക്ക് വിശുദ്ധ ഖുർആൻ ശക്തമായ താക്കീത് നൽകുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത്
ഈ വസ്തുത അതിന്റെ ഗൗരവത്തോടെ എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പുത്തൻവാദികളായി ആരെങ്കിലും ഉണ്ടോ അവരൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു? 14 നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിന് പരിചയമില്ലാത്ത തൗഹീദാണ് കേരളത്തിലെ പുത്തൻവാദികൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇത് ഇസ്ലാമികമല്ല, ഇത് കഥയില്ലാത്ത മൗലവിമാർ എഴുതി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ തൗഹീദ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഏതാ നമ്മളെ തൗഹീദ് എന്ന് ചോദിച്ചാൽ അത് പറയാറായിട്ടില്ല എന്നിടത്ത് മുജാഹിദ് എത്തിപ്പെട്ടു. എന്താ കാരണം? ഓരോ മൗലവിയും വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന രൂപത്തിൽ അവർക്ക് പുതിയ തൗഹീദായി രംഗത്ത് കൊണ്ടുവരികയാണ്. ഓരോ മൗലവി പറയുന്നത് ആ മൗലവി അംഗീകരിക്കുന്നവർക്കുള്ള തൗഹീദാണ്. നിങ്ങൾ ചിന്തിക്കണം, മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിന്റെ പേരിൽ തമ്മിൽ തച്ച് വിവിധ ഗ്രൂപ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. സുന്നികളായ നിങ്ങളും ഇങ്ങനെ ഗ്രൂപ്പുകളില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഞങ്ങൾ APEK ഗ്രൂപ്പ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞങ്ങളെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തൗഹീദിന്റെ പേരിലുള്ളതല്ല. ഞങ്ങൾ സംഘടനാപരമായി 2 ഗ്രൂപ്പിലാണ്, ശരിയാണത്. നയപരമായ വിഷയങ്ങളിൽ ഞങ്ങൾ രൂക്ഷമായ അഭിപ്രായങ്ങളുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ പുത്തൻവാദികളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നറിയോ? അത് തൗഹീദിന്റെ പേരിലാ. നിങ്ങൾ അംഗീകരിക്കുന്ന ഈ ഗ്രൂപ്പ്, ഗ്രൂപ്പ് അംഗീകരിക്കുന്ന തൗഹീദ് അത് ശിർക്കാണത്, അത് തൗഹീദ് അല്ല എന്നാണ് B ഗ്രൂപ്പുകാര് പറയുന്നത്. B ഗ്രൂപ്പുകാരുടെ തൗഹീദ് ശരിയല്ലെന്നാണ് ഗ്രൂപ്പുകാര് പറയുന്നത്. ഈ 2 ഗ്രൂപ്പിന്റെയും തൗഹീദ് ശരിയല്ലെന്നാണ് C ഗ്രൂപ്പുകാര് പറയുന്നത്. ABC 3 ഗ്രൂപ്പിന്റെയും തൗഹീദ് ശരിയല്ലെന്നാണ് D ഗ്രൂപ്പുകാര് പറയുന്നത്. ഇങ്ങനെയാണ് മുജാഹിദുകളുടെ തൗഹീദ്. അവരൊക്കെ ശിർക്കിലാണ്, അവരൊക്കെ മുശ്രിക്കുകളാണ്, അവരൊക്കെ നരകത്തിലാകുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഓതി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിവിധ ഗ്രൂപ്പുകളെ ശിർക്കിലേക്ക് തള്ളിയിടുന്ന ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിൽ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ തൗഹീദ് മനുഷ്യ നിർമ്മിതമാണ്, മൗലവി നിർമ്മിതമാണ്. കഥയില്ലാത്ത മൗലവിമാർ യോഗം ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് നിലനിൽപ്പില്ലാത്തത്. നമുക്കറിയില്ലേ, മുജാഹിദ് പ്രസ്ഥാനം 1921 കേരളത്തിലേക്ക് വരുന്നത് എന്ന് നമുക്കറിയാം. അന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദ് എന്തായിരുന്നു? മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യ കഴിവിനതീതമായ വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്ത മറ്റാരോട് എന്ത് ചോദിച്ചാലും ശിർക്കാകുന്നു എന്നാണ് അന്ന് മുജാഹിദുകൾ പറഞ്ഞത്. ഞാനത് വിശദീകരിക്കുകയല്ല. പിന്നീട് അവരുടെ ആ തൗഹീദിനെ അഹ്ലുസുന്ന പ്രസ്ഥാനം ചോദ്യം ചെയ്തു, പ്രമാണങ്ങൾ ഉദ്ധരിച്ച് വിശദീകരിച്ചു, ഉദാഹരണങ്ങൾ പറഞ്ഞത് വിശകലനം ചെയ്തു. മുജാഹിദുകൾക്ക് അത് ബോധ്യപ്പെട്ടു. 70 കൊല്ലം കഴിഞ്ഞപ്പോ മുജാഹിദുകളുടെ തൗഹീദ് മാറ്റി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്, ജീവിക്കുന്ന ചിത്രങ്ങളാണ്, വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും വ്യക്തമാണ്. അങ്ങനെയാണ് മുജാഹിദുകൾ സഹോദരങ്ങളെ സൃഷ്ടി കഴിവിന് അതീതമായത് എന്ന് പറഞ്ഞ് തൗഹീദിന്റെ ലേബിൾ തന്നെ മാറ്റിയത്. ഞാനത് വിശദീകരിക്കുന്നില്ല. മുമ്പ് അൽമനാർ പറഞ്ഞപ്പോ അൽമനാറിൽ തൗഹീദ് പറഞ്ഞത് എന്തായിരുന്നു? തൗഹീദ് വിശദീകരിച്ചത് എങ്ങനെയായിരുന്നു? മനുഷ്യന് സഹായം കിട്ടുന്നത് എങ്ങനെയാണ് എന്നറിയാത്ത രൂപത്തിൽ ഒരു സിദ്ധനിൽ നിന്ന് ഒരാൾക്ക് സഹായം ലഭിക്കുന്നു. അതെങ്ങനെയാണ് എന്ന് അറിയുന്നില്ലെങ്കിൽ അത് അഭൗതികമാണ്, അത് മനുഷ്യ കഴിവിന് അതീതമാണ്. അതുകൊണ്ട് തന്നെ അത് തൗഹീദിന് വിരുദ്ധമാണ്. അൽമനാറാണ് എന്റെ കയ്യിൽ, ഞാൻ വായിക്കാം. മനുഷ്യ കഴിവിന് അതീതമായ പ്രശ്നങ്ങളിൽ മറഞ്ഞ വഴിയിലൂടെ എങ്ങനെ സഹായം ലഭിക്കുന്നു എന്നറിയാതെ ഏതു സഹായവും എത്തിക്കാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. കണ്ടോ,
അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു വിശ്വാസികൾ. അവർ ബഹുദൈവത്തിലേക്ക് എത്തുന്നു. മുജാഹിദുകൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് എഴുതുന്നത് കേട്ടോളൂ. എന്നാൽ സിദ്ധനെന്ന് കരുതുന്ന ഒരു വ്യക്തിയുടെ സമീപം ചെന്ന് തന്റെ വിഷമതകൾ പറഞ്ഞ് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പുറത്തു പോകും മുജാഹിദുകൾക്ക്. കാരണം സിദ്ധൻ തന്നെ എങ്ങനെ സഹായിക്കുന്നു എന്ന് അയാൾക്കറിയില്ലെങ്കിലും അതിനയാൾക്ക് കഴിവുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വിശ്വാസം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ടതാണ്. അത് സിദ്ധനോട് സമർപ്പിച്ചപ്പോ അത് ശിർക്കായി പോയി. പഴയ തൗഹീദാണിത്. സഹോദരങ്ങളെ, ഈ തൗഹീദൊക്കെ തകിടം മറിച്ചുകൊണ്ട് മുജാഹിദ് മൗലവിമാർ തന്നെ നിർമ്മിച്ചുണ്ടാക്കിയ ആ തൗഹീദ് തകിടം മറിച്ചുകൊണ്ട് പിന്നീട് 2007 അവർ സ്വയം നിർമ്മിച്ച തൗഹീദ് മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമായ തേട്ടമല്ല, കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതുമല്ല. അതുകൊണ്ട് തന്നെ അത് തൗഹീദിന് വിരുദ്ധവുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദുകൾ തൗഹീദ് മാറ്റിമറിക്കുന്നു. അവരുടെ തൗഹീദ് തന്നെ, അവരുണ്ടാക്കിയ തൗഹീദ് തന്നെ മാറ്റുന്നു. ആദ്യം പറഞ്ഞത് എന്താ? ഒരു സിദ്ധന്റെ അരികിൽ ചെന്ന് ഇയാൾ എങ്ങനെ പിന്നെ സഹായിക്കാന്ന് നമുക്ക് അറിയില്ലെങ്കിൽ അയാളോട് സഹായം ആവശ്യപ്പെടുന്നത് ശിർക്കാണ് എന്ന പഴയ തൗഹീദ്, അൽമനാറിലെ തൗഹീദ്. ഇപ്പോൾ എന്ന് പറഞ്ഞ പിന്നെ 2007 തൗഹീദ് മാറ്റിയപ്പോ പറഞ്ഞു എങ്ങനെയെന്ന് അറിഞ്ഞോളന്നില്ല, എന്നാൽ തന്നെ അത് ശിർക്കാവൂല. അത് തൗഹീദ്, അത് ശിർക്കല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതിയ പുതിയ തൗഹീദുകളാണ്. ഞാനത് വിശദീകരിക്കുകയല്ല, സാമ്പിളിന് കാണിച്ചു എന്ന്. കേരളത്തിലെ കണ്ണും കാതുമുള്ള മുഴുവൻ ആളുകൾക്കും സഹോദരങ്ങളെ ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പിന്നീട് കേരളക്കരയിൽ തൗഹീദിന്റെ പേരിൽ മുജാഹിദുകൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ വെച്ച് പുലർത്തിയത് നമ്മൾ കണ്ടതാണ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചാൽ ശിർക്കാകുമോ? ശിർക്കാകുമെന്ന് പഴയ കാലങ്ങളിൽ മുജാഹിദ് പ്രചരിപ്പിച്ച തൗഹീദ് നമുക്ക് കാണാം, കേൾക്കാൻ കഴിയും. സംസാരിക്കുന്ന രേഖകൾ എന്റെ കൈവശമുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ പിന്നെ മുജാഹിദുകൾ കണ്ടുപിടിക്കുന്നു, തൗഹീദ് മാറ്റിയപ്പോൾ അവർ പറഞ്ഞു മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങളിൽ എന്നത് മാറ്റി 2007 മനുഷ്യ കഴിവ് എന്നത് മാറ്റി സൃഷ്ടി കഴിവ് എന്നാക്കിയതോടുകൂടി സഹോദരങ്ങളെ തൗഹീദ് മാറുന്നു. അതോടുകൂടി എന്ന് അള്ളാഹുവിന്റെ അടിമകളെ, അതായത് ജിന്നുകൾ, മലക്കുകൾ, മഹാത്മാക്കൾ ഉൾപ്പെട്ട ആ അടിമകളെ, മഹത്തുക്കളെ വിളിച്ചാൽ ആരാധനയല്ല, ശിർക്കല്ല. 2007 തൗഹീദ് മാറുകയാണ്. അതിനുശേഷം 2009 2010 മുജാഹിദുകൾ യോഗം കൂടുന്നു. തൗഹീദ് വീണ്ടും മാറ്റിയിട്ട് പറയുന്നു അത് ശിർക്ക് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, മുജാഹിദുകളെ തൗഹീദിന് നിലനിൽപ്പില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മുജാഹിദുകൾ ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല, അവരുടെ തൗഹീദ് അന്ന് പറഞ്ഞത് പലതും മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയട്ടെ. കേരളത്തിലെ മുജാഹിദുകൾ പഴയ കാലത്ത് പറഞ്ഞതെന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കിനെ കുറിച്ച്, തിരുകേശത്തെ കുറിച്ച് പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ കേശത്തിന് യാതൊരു പ്രത്യേകതയും ഇല്ല, വിചിന്തരമാണ് എന്റെ കയ്യിൽ, ആ വിചിന്തരത്തിൽ അവർ രേഖപ്പെടുത്തി വെച്ചതാണ്, അങ്ങനെ ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പറഞ്ഞ് മുജാഹിദുകൾ സഹോദരങ്ങളെ അവരുടെ വിചിന്തനത്തിൽ 2008 മാർച്ചിൽ അവർ ലേഖനം എഴുതി. കേരളത്തിലെ മുജാഹിദുകളുമായി സുന്നികൾ ഖണ്ഡന മണ്ഡലങ്ങൾ നടത്തിയപ്പോ ഞങ്ങൾ ഈ കാര്യം അവരെ തെര്യപ്പെടുത്തി. മുജാഹിദുകൾക്ക് വിഷയം ബോധ്യപ്പെട്ടു, നമ്മളെ തൗഹീദ് ശരിയല്ല എന്ന് പറഞ്ഞു. ചാലിയത്ത് വെച്ച് മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി, അദ്ദേഹം അന്ന് ഈ ഗ്രൂപ്പീസത്തിലൊന്നും ഇങ്ങോട്ട് പോന്നിട്ടില്ല. KNMന്റെ മൗലവി ഗ്രൂപ്പിന്റെ ഉറച്ച വാർത്താവായിരുന്നു. അവരുടെ പണ്ഡിത സഭയിലെ വിശിഷ്ട വ്യക്തിത്വമായിരുന്നു.
ആ സക്കരിയ സലാഹിയെ KNM വേണ്ടി അവിടെ വെച്ച് കുമ്പസരിച്ചു പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ്, സഖാഫി മുസ്ലിയാർ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇത് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ നിർവ്യാജം ഖേദിക്കുന്നു, ഞങ്ങളത് തിരുത്തുന്നു, ഞങ്ങളത് മാറ്റുന്നതാണ്. അത് അശ്രദ്ധയാണ്, ശ്രദ്ധക്കുറവാണ്. തൗഹീദ് അവർ മാറ്റുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. ശരി, എന്നാൽ പിന്നെ യഥാർത്ഥ അവരുടെ പിഴച്ച തൗഹീദ് മാറ്റി പുതിയ തൗഹീദ്, അവർ ആ തൗഹീദിലുള്ള അബദ്ധം അവർ തിരുത്തിയല്ലോ എന്ന് നമ്മൾ സമ്മതിച്ചു. പക്ഷേ എന്ന് നമ്മൾ കരുതി. നിങ്ങൾക്കറിയണോ, മുജാഹിദുകൾ അവരുടെ ഈ തൗഹീദ് പിന്നെയും മാറ്റിയത് എങ്ങനെയാണ്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അധികമൊന്നും ആയിട്ടില്ല, ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ അൽമനാറാണ് എന്റെ കയ്യിൽ. ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ അൽമനാറിൽ സഹോദരന്മാരെ, തൗഹീദുകളുടെ ഒരു നീണ്ട പട്ടികയാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതെന്താണ്? ഒരു 10-24 തൗഹീദിനെ പുതുതായി അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് പലതും വായിക്കാനുണ്ട്. ഞാൻ ചിലത് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. മുജാഹിദ് പ്രസ്ഥാനം പുതിയ ദിവസവും ഓരോ തൗഹീദിനെ മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നതല്ല, മുജാഹിദുകളുടെ വിചിന്തനം അല്ല. അൽമനാർ ഏപ്രിൽ മാസത്തിൽ അവർ എഴുതി വെക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. നമ്മൾ വീട് ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു തങ്ങളെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഒരു മുസ്ലിയാർ ഉസ്താദിനെ കൊണ്ടുവന്നാൽ, മുജാഹിദ് ഇവരുടെ അൽമനാറിന്റെ ഭാഷ അങ്ങനെയല്ല, ആത്മീയ പരിവേഷമുള്ളവരെ എന്നാണ്. ആത്മീയതയുള്ള ആളുകളെ, അതാ ഞാനൊരു തങ്ങള് അല്ലെങ്കിൽ ഒരു ഉസ്താദ് എന്ന് പറഞ്ഞത്. അവരെ കൊണ്ടുവന്ന് നമ്മുടെ വീടിന്റെ ഉദ്ഘാടനത്തിന് അവരെ കൊണ്ടുവന്നാൽ അത് ശിർക്കാകുന്നു, പുതിയ ശിർക്ക്. കഴിഞ്ഞില്ല, ഒരു കട ഉദ്ഘാടനത്തിന് വേണ്ടി ഇതുപോലുള്ള ആത്മീയ രംഗത്തുള്ള ഒരാളെ കൊണ്ടുവന്നാൽ അത് ശിർക്കാകുന്നു. ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിന് ഒരു തങ്ങളെ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ആത്മീയ രംഗത്തുള്ള ഒരാളെ കൊണ്ടുവന്നാൽ അത് ശിർക്കാകുന്നു. കേരളത്തിലെ മുജാഹിദുകൾ ഈ ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ അൽമനാറിൽ എഴുതിയതാണ്. കഴിഞ്ഞില്ല സഹോദരങ്ങളെ, ആദ്യ കച്ചവടം നടത്തുന്നതിന് വേണ്ടി ആത്മീയ രംഗത്തുള്ള ഒരാളെ കൊണ്ടുവന്നാൽ അതും ശിർക്ക് തന്നെ. ആ തങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് ആദ്യ കച്ചവടം നടത്തിയിട്ട് കിട്ടുന്ന കാശ് ക്യാഷ് ബോക്സിൽ നിക്ഷേപിച്ചാൽ അതും തൗഹീദിന്റെ പുറത്തന്നെ, അപ്പോഴും ശിർക്ക് തന്നെ. പൈസ ക്യാഷ് ബോക്സിൽ ഇട്ടാ ശിർക്ക്, പുറത്തിട്ടാ തൗഹീദും. എങ്ങനെയുണ്ട്? തങ്ങളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ, ഉസ്താദിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ ശിർക്ക്, സിനിമാ നടിയെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ തൗഹീദ്, അതിന് കുഴപ്പമൊന്നുമില്ല. ആത്മീയ രംഗത്തുള്ള ഒരാളെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ അത് ശിർക്കാണ്. ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ അൽമനാറാണ് എന്റെ കയ്യിൽ. കഴിഞ്ഞിട്ടില്ല. ഇനി വേറൊരു ശിർക്ക് കേട്ടോളൂ. കെട്ടിടങ്ങളിൽ തുടങ്ങിയ മനോഹര ദൃശ്യങ്ങളിൽ കരിങ്കണ്ണാ നോക്ക്, പൊട്ടക്കണ്ണാ നോക്ക് പോലുള്ള ലേബലോട് കൂടിയ കോലങ്ങൾ, കോലം വരച്ച മൺചട്ടി അല്ലെങ്കിൽ പലക, കള്ളിച്ചെടി, ചില്ല എന്നിവ കാണാം. വീട് നിർമ്മാണം ഉണ്ടാകുമ്പോ കണ്ണേറ് ബാധിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ മനുഷ്യന്റെ രൂപമുള്ള, ആ ശരിയായ രൂപമുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിർമ്മിതങ്ങളോ പാടില്ല, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ സ്വഹാബത്തിന്റെ കാലത്ത് കൃഷിയിടങ്ങളിൽ കണ്ണേറേൽക്കാതിരിക്കാൻ വേണ്ടി കാനൂ യൻസിബൂനൽ ജമാജിമ, ഹാഫിദ് ഇബ്നുൽ അസീർ രേഖപ്പെടുത്തി വെക്കുന്നു. കൃഷിയിടങ്ങളിൽ കണ്ണേറ് പതിയാതിരിക്കാൻ വേണ്ടി ഈ ജമാജിമ്, ജംജബത്ത് എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവികൾ, അറുത്ത ജീവികളും അതുപോലെ അറുത്ത പോത്ത്, ആട് പോലത്തതിന്റെ തലയോട്ടികൾ ഉണ്ടാവുമല്ലോ. ഈ തലയോട്ടികളെ, അതായത് മാംസമൊക്കെ എടുത്തിട്ട് എല്ലായിട്ടുള്ള തലയോട്ടി, ആ തലയോട്ടിയെ അവർ കൃഷിയിടങ്ങളിൽ കുത്തി നിർത്താറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിലും ഹദീസിലും ഒക്കെ കാണാം. ഏതാവട്ടെ, അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ അതൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ അതൊക്കെ ശിർക്കാകുന്നു, മുജാഹിദുകൾ പഠിപ്പിക്കുകയാണ്. അതും നമുക്ക് സഹിക്കാം. അതിന്റെ ശേഷം പറയുന്നതാ രസം. എന്നിട്ട് പറയുന്നത് കേട്ടോളൂ. അൽമനാർ ഇപ്പോൾ ചിലയിടങ്ങളിൽ അൽഹംദുലില്ലാഹ്, തവക്കൽതു അലല്ലാഹ് തുടങ്ങിയവ തടിച്ച അറബി അക്ഷരത്തിലുള്ള ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതും ശിർക്ക് തന്നെ. വീട് നിർമ്മാണം നടക്കുമ്പോ മാഷാ അല്ലാഹ്, തബാറകല്ലാഹ്, അൽഹംദുലില്ലാഹ്, തവക്കൽതു അലല്ലാഹ്
അള്ളാഹുവിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചു എന്ന് അതിന്റെ അർത്ഥം തന്നെ. അങ്ങനെ എഴുതിയാലും അത് ശിർക്ക് തന്നെ. മുജാഹിദുകളെ പുതിയ തൗഹീദ, ഈ ഏപ്രിൽ മാസത്തിലുള്ള തൗഹീദ, ഫ്രഷ് തൗഹീദല്ല, ശിർക്ക്, ഫ്രഷ് ശിർക്കാണിത്. ഇത് വൈകിട്ടില്ല, ഇതാ ഒരു മാസം ആയിട്ടില്ല. മുജാഹിദ് പഠിപ്പിക്കുന്ന ശിർക്കാണിത് സഹോദരങ്ങളെ. എവിടെ എത്തി ഇവർ? ഞാൻ ഇത് എടുത്തത് അതിനല്ല. എന്നിട്ട് പറയുന്നത് നോക്കൂ നിങ്ങൾ, തിരുകേശം. മുജാഹിദ് പറയുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ അധപ്പതനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി തിരുകേശമാണെന്നും അത് മുക്കിയ വെള്ളത്തിന് രോഗശമന ശക്തിയോ ബർക്കത്തോ ഉണ്ടെന്നുമുള്ള വിശ്വാസമാണ്. അദ്ദേഹത്തിന്റെ മുടിയോ നഖമോ പോലുള്ള ഒരു ആ വാക്ക് ഞാൻ പറയുന്നില്ല, അത് അവശേഷിക്കുന്നില്ലെന്നതാണ് വസ്തുത. ഉണ്ടെങ്കിൽ തന്നെ അവക്കിത്തരം സവിശേഷതകൾ ഉണ്ടെന്ന വിശ്വാസം പ്രമാണബദ്ധമല്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കാകുന്നു. മർക്കസിലുള്ള തിരുകേശത്തെ കുറിച്ചല്ല ഇത് പറയുന്നത്. മർക്കസിലുള്ള തിരുകേശം അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾക്ക് അത് അംഗീകൃതമാണ്. നമ്മൾ പോയി ബറക്കത്തെടുക്കുന്നുണ്ട്, സംശയമില്ല. പക്ഷേ അതിന്റെ പേരിൽ വിവാദമുണ്ടാക്കി കൊഴുത്തു നടക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതേക്കുറിച്ചല്ല, മർക്കസിലെ തിരുകേശത്തെ കുറിച്ചല്ല പറയുന്നത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം, അതിനെ കുറിച്ചാ പറയുന്നത്. അത് മുസ്ലിമീങ്ങളുടെ വിശ്വാസപരമായ അധപ്പതനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണത്രേ. അങ്ങനെ അതിൽ ബറക്കത്തെടുത്താൽ, അതിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചാൽ സഹോദരങ്ങളെ അത് ശിർക്കാകുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ മുജാഹിദിന്റെ തൗഹീദാണിത്. ഏപ്രിൽ അല്ല, കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ ഇറങ്ങിയ അൽമനാറിലുള്ള തൗഹീദാണിത്. അത് ശിർക്കാണ് ബറക്കത്തെടുക്കൽ. അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ പാടില്ല, മഹത്വമുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ ഓർക്കണം, മടവൂർ ഗ്രൂപ്പിന്റെ നേതാക്കൾ, അവരുടെ ശബാബ് വാരിക എന്റെ കൈവശമുണ്ട്. ആ ശബാബ് വാരികയാണിത്. 2011 അവർ ഏപ്രിൽ മാസത്തിൽ പുറത്തിറക്കിയ ശബാബ് വാരികയിൽ അബ്ദുസലാം സുല്ലമി ലേഖനം എഴുതി. എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭൗതിക മാർഗത്തിൽ ആത്മീയ ചികിത്സകളോ എന്ന ലേഖനത്തിൽ അയാൾ എഴുതി, അള്ളാഹുവിന് പുറമേയുള്ള സൃഷ്ടികളിൽ നിന്ന് അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ ആഗ്രഹിക്കൽ ശിർക്കും കുഫറുമാണ്. പ്രവാചകന്റെ മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ വിയർപ്പ് കൊണ്ടോ മറ്റോ അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നന്മ ആഗ്രഹിച്ചുകൊണ്ട് ബറക്കത്തെടുക്കൽ ഈ വകുപ്പിൽ പെടുന്നു. അത് ശിർക്കാകുന്നു. മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് അബ്ദുസലാം സുല്ലമി പച്ചയായി ശബാബിൽ അന്ന് എഴുതിയപ്പോ സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം, അന്ന് അൽമനാർ ഗ്രൂപ്പുകാർ, അൽമനാറിനെ മുഖപത്രമായി അംഗീകരിക്കുന്ന അൽമനാർ ഗ്രൂപ്പുകാർ അവരെഴുതി വെച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ വാദം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ശറഫാക്കപ്പെട്ട ആ തിരുകേശം, അതിന് ബറക്കത്തില്ലെന്നോ മഹത്വമില്ലെന്നോ പറയുന്നത് അത് മതയുക്തിവാദമാകുന്നു. അത് മുസ്ലിമീങ്ങൾക്ക് പറയാൻ കഴിയില്ല. അത് യുക്തിവാദമാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാ? കേരളത്തിലെ മുജാഹിദുകളുടെ വിചിന്തനം വാരികയാണ്. 2011 അവർ ഈ കാര്യം എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അന്ന് ശബാബ് വാരിക ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ തിരുകേശം കൊണ്ട് ബറക്കത്തെടുക്കാൻ പാടില്ല, അത് ശിർക്കാണ്, കുഫ്റാണെന്ന് പറഞ്ഞപ്പോ അന്ന് വിചിന്തനം വാരിക എഴുതിയത് ആ വാദം, സലാം സുല്ലമി ഉൾക്കൊള്ളുന്ന മടവൂർ ഗ്രൂപ്പിന്റെ വാദം, അത് യുക്തിവാദമാണ്, അത് ഇസ്ലാമല്ല എന്നാണ് അന്ന് അൽമനാർ ഗ്രൂപ്പ് എഴുതി പിടിപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ ആ തൗഹീദിനെയും അവർ വെട്ടിമുറിച്ച് ചവറ്റുകൊട്ടയിലേക്ക് തള്ളി മാറ്റി പുതിയ ശിർക്കുമായി രംഗത്ത് വന്നു. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ശറഫാക്കപ്പെട്ട തിരുകേശം ബറക്കത്തെടുത്താൽ ബറക്കത്തെടുക്കുന്നവൻ മുശ്രിക്കാണ്. അതിന് മഹത്വമുണ്ടെന്ന് കരുതുന്നവൻ കാഫിറാണ്, മുശ്രിക്കാണ്. അത് ശിർക്കാകുന്നു. അൽമനാർ ഏപ്രിൽ മാസത്തിലുള്ള തൗഹീദാണിത്. അവരുടെ പുതിയ ശിർക്കാണിത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കേരളത്തിലെ മുജാഹിദി പറയുന്ന തൗഹീദ്, അവർ ഈ പ്രചരിപ്പിക്കുന്ന ഈ ശിർക്ക്, ഇത് മുസ്ലിം ലോകത്തിന് അന്യമാണ്. ആരംഭ റസൂലുള്ള പഠിപ്പിച്ചതിന് അന്യമാണ്. എന്താ കാരണം എന്ന് നിങ്ങൾക്കറിയുമോ? സഹീഹുൽ ബുഖാരിയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയും. സഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ 5896 നമ്പർ ഹദീസ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഇമാം ബുഖാരി രേഖപ്പെടുത്തി വെക്കുന്നു. ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മൗഹിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അർസലനി അഹ്ലി ഇലാ ഉമ്മി സലമ, എന്റെ വീട്ടുകാർ മഹദിയായ ഉമ്മു സലമ ബീവി റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അവരുടെ അരികിലേക്ക് എന്നെ പറഞ്ഞയച്ചു. ബിഖദഹിൻ മിൻ മാഇൻ, ഒരു പാത്രം വെള്ളവുമായി പറഞ്ഞയക്കുന്നു. എവിടേക്കാ പറഞ്ഞയക്കുന്നത്? റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യ, വിശ്വാസികളുടെ മാതാവ് ഉമ്മു സലമ ബീവിയുടെ അരികിലേക്ക് പറഞ്ഞയക്കുന്നു. എന്തേ പറഞ്ഞയക്കാൻ കാരണം? ഞാൻ മാത്രം പോയതല്ല. വകാന ഇദാ അസാബൽ ഇൻസാന ഐനുൻ ഔ ശൈഉൻ ബഅസ ഇലൈഹാ മിഖ്ലബഹു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് സ്വഹാബികൾക്ക് ആർക്ക് കണ്ണേറ് ബാധിച്ചാലും അതുപോലെ മറ്റ് രോഗങ്ങൾ ബാധിച്ചാലും എന്താ ആ രോഗിക്ക് വേണ്ടി ഒരു പാത്രം വെള്ളവുമായി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയെ സമീപിക്കാറുണ്ട്. എന്തേ അവർക്കുള്ളത്? അവരുടെ കയ്യിൽ എന്താ? അവരുടെ കയ്യിൽ ഒരു വെള്ളിയുടെ ഒരു ചെറിയ കെട്ടുണ്ട്. ആ വെള്ളിക്കെട്ടിൽ എന്തുണ്ട്? ഫീഹി ശഅറും മിൻ ശഅരിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട തിരുകേശമുണ്ട്. ആ വെള്ളം ഇവരിതാ ഈ രോഗി കൊടുന്ന വെള്ളത്തിൽ ആ തിരുകേശം ഇട്ട് മുക്കുന്നു. ഫഖൽഖലതുഹു, ആ വെള്ളത്തിലിട്ട് ഇത് മുക്കുന്നു. ഫശുരിബമിൻഹു, അതിൽ നിന്ന് കുടിക്കുന്നു. രോഗിക്ക് ശമനമുണ്ടാകുന്നു. സ്വഹീഹുൽ ബുഖാരി അത് രേഖപ്പെടുത്തി വെക്കുന്നു. സ്വഹാബത്ത് അത് ചെയ്യുന്നു. ഉമ്മു സലമ ബീവി അത് സപ്പോർട്ട് ചെയ്യുന്നു. സ്വഹാബികൾ എല്ലാവരും അത് അംഗീകരിക്കുന്നു. ഇമാം ബുഖാരി അത് രേഖപ്പെടുത്തി വെക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറയുന്നത് എന്താണ്? അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്, അത് ചെയ്യുന്നവൻ മുശ്രിക്കാണ്. അൽമനാർ രേഖപ്പെടുത്തി വെക്കുന്നു. ശബാബ് വാരിക രേഖപ്പെടുത്തുന്നു. രണ്ട് ഗ്രൂപ്പും ഉറക്കെ പ്രഖ്യാപിക്കുന്നു അത് ശിർക്കാണ്, ശിർക്കാണ്. അപ്പൊ ആരൊക്കെ മുശ്രിക്കാകും? ഈ പറഞ്ഞ സ്വഹാബികൾ എല്ലാവരും മുശ്രിക്കാകുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ, അവരും മുശ്രിക്കാകുന്നു. ഇനി നിങ്ങൾക്കറിയണോ? സ്വഹീഹ് മുസ്ലിം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം മുജാഹിദുകളുടെ അൽമനാർ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങളുടെ വിയർപ്പ്, അവിടത്തെ ആസാറുകൾ ഏതുണ്ടോ അതൊക്കെ. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ ഒരു കുപ്പായം എടുത്തു പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബയാകുന്നു. കാലത്ത് ഇൻദ ആയിഷ ബീവിയുടെ അരികിലായിരുന്നു ഈ ജുബ്ബയുണ്ടായിരുന്നത്. ഫലമ്മാ ഖുബിളത്ത് അഖദതുഹാ, ആയിഷ ബീവി വഫാത്തായപ്പോ അത് എനിക്ക് കിട്ടിയതാണ്. എന്നിട്ടോ എന്തിനാണ് ഞാൻ ഇത് സൂക്ഷിച്ചു വെക്കുന്നതെന്നോ? നഗ്സിലുഹാ ലിൽ മർളാ, മഹദിയായ അസ്മാ ബീവി പറയുകയാണ്, ഞങ്ങളിൽ നിന്നുള്ള രോഗികൾക്ക് വേണ്ടി ഈ കുപ്പായം ഞങ്ങൾ വെള്ളത്തിലിട്ട് മുക്കുന്നു. എന്നിട്ടോ നസ്തശ്ഫീ ബിഹാ, ആ രോഗികൾക്ക് ആ വെള്ളമങ്ങ് കുടിപ്പിക്കുമ്പോൾ രോഗശമനം ഉണ്ടാകുന്നു. രോഗശമനത്തിന് വേണ്ടി ജുബ്ബയിട്ട വെള്ളം ഞങ്ങൾ കുടിക്കുന്നു. മുജാഹിദിന്റെ അൽമനാർ പറഞ്ഞത് എന്താണ്? അങ്ങനെ ചെയ്താൽ അത് ശിർക്കാകുന്നു. അപ്പൊ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ഈ ചെയ്തത് ഇവരുടെ ഭാഷയിൽ ശിർക്കായി. സ്വഹാബത്ത് മുഴുവനും ചെയ്യുന്നു. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മായിയാണ്. അമ്മായിയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വരുന്നു. സഹോദരങ്ങളെ, അവിടെ പകൽ സമയത്ത് ഉറങ്ങുന്നു.
ആരോഗ്യമുള്ള റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ കണങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഫജാഅത്ത് ഉമ്മീ ബിഖാറൂറാ, അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ഉമ്മ ഒരു കുപ്പിയുമായി കടന്നു വരുന്നു, എന്നിട്ടോ ഈ വിയർപ്പ് കുപ്പിയിലേക്ക് ആക്കുന്നു. അപ്പൊ ഫസ്തയഖള നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹ് ഇത് കാണുമ്പോ തന്റെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുക്കുമ്പോൾ ഉറക്കിൽ നിന്ന് ഉണരുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, മാദാ തസ്നഈന യാ ഉമ്മ സുലൈം, അല്ല ഉമ്മു സുലൈമേ, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? ഉമ്മു സുലൈം ബീവി പറയുന്നു, ഹാദാ അർഖുക യാ റസൂലല്ലാഹ്, നബിയേ ഇത് അങ്ങയുടെ വിയർപ്പാണ്, ഈ വിയർപ്പ് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് ഇത് സുഗന്ധത്തെക്കാൾ വലിയ സുഗന്ധമാണ്. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനാണെന്നോ, നർജൂ ബറകതഹു ലിസ്ബിയാനിനാ യാ റസൂലല്ലാഹ്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിയോട് പറയാണ്, നബിയേ അങ്ങയുടെ വിയർപ്പ് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് അത് കുട്ടികൾക്ക് തങ്ങളുടെ ഈ വിയർപ്പിന്റെ ബറക്കത്ത് കിട്ടാനാണ്. ബറക്കത്ത്, അങ്ങയുടെ വിയർപ്പിന് ബറക്കത്തുണ്ട്, അത് ഞങ്ങളെ മക്കൾക്ക് കിട്ടണം, അതിനു വേണ്ടിയാണ് ഞാനിത് സൂക്ഷിച്ചു വെക്കുന്നത്. ഉമ്മു സുലൈം ബീബി റസൂലുള്ളാഹിയോട് പറയാണ്. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണ്? ഉമ്മു സുലൈമേ, അങ്ങനെ നീ ചെയ്യരുത്, അത് ശിർക്കാണ്, അത് അഭൗതിക മാർഗത്തിലുള്ള ഗുണം പ്രതീക്ഷിക്കലാണ്, ശിർക്കാണെന്നാണോ? അല്ലേ അല്ല, അവിടെന്ന് പറയുന്നു, അസബ്തി യാ ഉമ്മ സുലൈം, ഉമ്മു സുലൈം നിങ്ങൾ പറഞ്ഞത് സ്വവാബാണ്, ശരിയാണ്, അത് സത്യമാണ്. എന്റെ വിയർപ്പിന് സുഗന്ധത്തെക്കാൾ വലിയ സുഗന്ധമുണ്ട്, അതിന് വലിയ ബറക്കത്തുണ്ട്. മുജാഹിദുകളെ ഈ പുതിയ തൗഹീദ് അനുസരിച്ച് അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂൽ പഠിപ്പിച്ചതും ശിർക്കാണ് എന്ന് പറയേണ്ടി വരൂലേ? മഅദല്ലാഹ്, എന്താണ് ഇവർ ഈ പറയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിം ലോകത്തിന്റെ പിന്തുണയില്ലാത്ത തൗഹീദ്, അതേ 14 നൂറ്റാണ്ടിന്റെ പിന്തുണയില്ലാത്ത തൗഹീദ്, ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ പിന്തുണയില്ലാത്ത സ്വഹാബത്ത് പഠിപ്പിച്ചതിനെതിരിലുള്ള ഒരു ദുർവ്യാഖ്യാനമാണ് അവരുടെ ഈ തൗഹീദ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതൊരിക്കലും ഇസ്ലാമല്ല, അതൊരിക്കലും തൗഹീദല്ല, അതൊരിക്കലും ദീനല്ല. ഈ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ നോക്ക്, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ മൂടി വെച്ച, ഞാൻ മുജാഹിദിന്റെ വിസ്ഡം ഗ്രൂപ്പിന്റെ തൗഹീദ് ഒന്ന് പറയാം. വിസ്ഡം ഗ്രൂപ്പ് മുജാഹിദുകൾ ഇസ്ലാഹി മാസികയിൽ ഇതാ കഴിഞ്ഞ ലക്കം അവർ എഴുതി പിടിപ്പിച്ചത് എന്താണെന്നറിയോ? അവരുടെ അൽ ഇസ്ലാഹി മാസികയാണ്. ഇതിൽ അവർ എഴുതിയത് എന്താ? അൽ ഇസ്ലാഹി മാസിക നിലപാടും നിലനിൽപ്പും. ഈ മാർച്ച് മാസത്തിൽ ഇറങ്ങിയതാണ്. ഈ തൗഹീദ് ഏപ്രിൽ മാസത്തിൽ, ഇനി പറയാൻ പോണ തൗഹീദ് മാർച്ച് മാസത്തിൽ ഇറങ്ങിയ തൗഹീദാ. തൗഹീദ് ഇങ്ങനെ മാറി. പണ്ടൊക്കെ 2 കൊല്ലം കഴിയേണ്ടിയിരുന്നു മുജാഹിദുകൾക്ക് തൗഹീദ് മാറാൻ. ഇപ്പൊ മാസം തോറും തൗഹീദ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കാത്തിരുന്നു കാണണം ഈ അടുത്ത ലക്കത്തിൽ എന്തൊക്കെയാണ് പുതിയ തൗഹീദുകൾ വരിക എന്ന്. നിങ്ങൾ ചിന്തിക്കൂ സഹോദരന്മാരെ, ഇതിൽ അവർ പറയുന്ന ഒരു വരിയുണ്ട്. അതെന്താ? ഞാൻ വായിക്കാം. സംഘടനാ താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇക്കാലം എത്രയും മൂടി വെക്കേണ്ടി വന്നതും തമസ്കരിക്കപ്പെട്ടതുമായ കുറെ മതവിഷയങ്ങളുണ്ടിവിടെ. മുജാഹിദ് പറയാ, മതത്തിന്റെ കുറെ വിഷയങ്ങളിൽ സംഘടനാ താല്പര്യത്തിന് വേണ്ടി മുജാഹിദുകൾ കുറെ മൂടി വെച്ചിരുന്നു. ആരാത് പറയുന്നത്? മുജാഹിദിന്റെ കൂട്ടത്തിന് കടഞ്ഞെടുത്ത തൗഹീദിന്റെ സത്തയായ വിസ്ഡം ഗ്രൂപ്പുകാരായി പറയുന്നത്. സംഘടനാ താല്പര്യത്തിന് വേണ്ടി പല സത്യവും നമ്മൾ മൂടി വെച്ചിരുന്നു. ഇത് സുന്നികൾ പറയുന്നതല്ല, നമ്മളോട്ട് മൂടി വെക്കലുമില്ല. നമ്മൾ സത്യം എന്നും എന്നും അന്നും ഇന്നും എന്നും സത്യത്തിന്റെ വയസ്സ് 16. നമ്മൾ എന്നും അത് പറയാറുള്ളവരാണ്. നിങ്ങൾ ഓർക്കണം, മുജാഹിദ് പറയുന്നു സംഘടനാ താല്പര്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട്
ഇക്കാലം എത്രയും മൂടി വെക്കേണ്ടി വന്നതും തമസ്കരിക്കപ്പെട്ടതുമായ കുറെ മതവിഷയങ്ങളുണ്ടിവിടെ. അത്തരം ഇസ്ലാമിക വിജ്ഞാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് അൽ ഇസ്ലാഹ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. റുഖിയ ശർഇയ്യ സംബന്ധിച്ച് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വരുന്ന തുടർ ലേഖനങ്ങൾ അതിന്റെ ഭാഗമാണ്. എന്താ ഈ റുഖിയ ശർഇയ്യ എന്നറിയോ? മന്ത്രന്ന്. അതാ അതിന് അറബിയിൽ പറഞ്ഞത് ഈ റുഖിയ ശർഇയ്യ മന്ത്രിക്കുന്നതിനെ കുറിച്ചാ. പണ്ട് മുജാഹിദുകൾ മന്ത്രം പാടില്ല, മന്ത്രിച്ചൂതിയ വള്ളം ശിർക്കായിരുന്നു. ഇസ്ലാഹി മാസിക KNM പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം എന്റെ കൈവശമുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം എന്റെ കൈവശമുണ്ട്. ആ പുസ്തകത്തിൽ അവർ തന്നെ KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ അവർ പണ്ട് പറഞ്ഞ തൗഹീദ് എന്താണെന്നറിയോ? അന്ന് തൗഹീദിന്റെ നിർവചനം മനുഷ്യ കഴിവിന് അതീതമായിരുന്നു. ആ അതീതമായ കാര്യങ്ങളിൽ എന്നായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇറക്കിയ തൗഹീദിന് എന്താണുള്ളത് എന്നറിയോ? സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, അന്ന് മുജാഹിദുകൾക്ക് ഷിർക്കിന്റെ പട്ടിക പുറത്തിറക്കിയതാ. സിഹ്റ്, ഉറുക്ക്, അതുപോലെ ഏലസ്, ഐക്കല്ല്, നൂല്, മന്ത്രം, പിഞ്ഞാണമെഴുത്ത്, മന്ത്രിച്ചൂതിയ വെള്ളം, ഇതൊക്കെ ഷിർക്കായിരുന്നു അന്ന്. ഇത് മുജാഹിദ് KNM പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്, സുന്നികൾ പ്രസിദ്ധീകരിച്ചതല്ല. ഇന്നിപ്പോ ഗ്രൂപ്പ് ആയിന്റെ ശേഷം പ്രസിദ്ധീകരിച്ചതുമല്ല, ഗ്രൂപ്പുകളാകുന്നതിന്റെ മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതിയ പുസ്തകം. എന്നാൽ അന്ന് അതൊക്കെ ശിർക്ക്, ഇപ്പോഴോ അത് തൗഹീദാവുകയാണ്. അതാ റുഖിയ ശർഇയ്യ എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് അൽ ഇസ്ലാഹി മാസിക എഴുതി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മന്ത്രത്തിന്റെ രീതികള്, മന്ത്രിച്ചൂതിയ വെള്ളം, അതുപോലെ തന്നെ വിവിധ രൂപത്തിലുള്ള മന്ത്രം, എലന്തമരം കൊണ്ടുള്ള ചികിത്സ മന്ത്രം, അതുപോലെ തന്നെ ഈ കണ്ണേറിനുള്ള മന്ത്രം. സഹോദരങ്ങളെ, എല്ലാവിധ മന്ത്രങ്ങളും ഇവരിതിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അന്ന് ഇതൊക്കെ ശിർക്ക്. വിസ്ഡം ഗ്രൂപ്പുകാർ ഇപ്പൊ പുതിയ അവതാരങ്ങളായി രംഗത്ത് വന്ന് പാട്ടും പാടി നടക്കുകയാണല്ലോ. ആ ഗ്രൂപ്പുകാരുടെ തൗഹീദാണ് ഈ പറയുന്നത്. അന്ന് അവർക്ക് ഇതൊക്കെ ശിർക്കായിരുന്നു, ഇന്നിപ്പോ പുതിയ തൗഹീദാവുകയാണ്. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ അന്ന് മൂടി വെച്ചു. എന്നിട്ട് അവർ പറയുന്നത് എന്താ? ഇതിലൊരു വരിയുണ്ട്, അതാ നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്താ? സ്വന്തമായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഏതൊരു ഇസ്ലാമിക വിഷയത്തിലും അഹ്ലുസുന്നയുടെ ഇരുത്തം വന്ന പണ്ഡിതന്മാർ പ്രമാണബദ്ധമായി പറഞ്ഞതും എഴുതിയതുമായ കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള രചനകൾക്കാണ് ഇനി മുതൽ അൽ ഇസ്ലാഹ് പ്രാധാന്യം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അഹ്ലുസുന്നയുടെ ഇരുത്തം വന്ന പണ്ഡിതന്മാര് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയൂല. അതാണല്ലോ ഇതാ മുജാഹിദിന്റെ അൽ ഇസ്ലാഹ് മാസിക തന്നെ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിക്കൽ ശിർക്കല്ല എന്ന് പറയാൻ കാരണം എന്താ? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, തൊബറാനി ഇമാം ചെയ്തിട്ടുണ്ട്, നവവി ഇമാം ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇമാം ഇബ്നു അസാക്കിർ തുടങ്ങി നൂറുകണക്കിന് ഇമാമുകൾ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ മുശ്രിക്കാണെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. അഹ്ലുസുന്നയുടെ ഇമാമുകൾ എഴുതിയ കാര്യം അത് ശിർക്കാവുകയില്ല. ഇസ്ലാഹി മാസിക രേഖപ്പെടുത്തി വെക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ അതേ ഭാഷയിൽ ഞങ്ങൾ പറയുകയാണ്, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് മഹാൽമാക്കളോട് തവസ്സുൽ ചെയ്യൽ, അവരെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ, മഹാൽമാക്കളോട് സഹായം ചോദിക്കൽ, അത് ശിർക്കാണ് എന്ന് പറയാൻ കഴിയൂല. എന്തേ? അതൊക്കെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ശിർക്കല്ല, അത് കുഫറല്ല, അത് ബിദ്അത്തല്ല, അത് അനാചാരമല്ല, അത് തൗഹീദിനെതിരിൽ ഒരു ലാഞ്ചന പോലും അതിലില്ല. അത് ഹറാമല്ല, അത് കറാഹത്തല്ല. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറയലും വിളിക്കലും ശിർക്കല്ല എന്ന് എഴുതി വെച്ചതുപോലെ ആ എഴുതി വെച്ച ഇമാമുകളൊക്കെ
ചോരും ശിർക്കല്ല എന്ന് ആ ഇമാമുകളൊക്കെ എഴുതി വെക്കുന്നു. മദ്ഹബിന്റെ 4 ഇമാമുകൾ എഴുതി വെച്ചത് ഇവിടെയുണ്ട്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി 100 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, യാ റസൂലല്ലാഹ് യാ സയ്യിദസ് സാദാതി ജിതുക ആസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. നബിയേ, നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ തങ്ങളുടെ പൊരുത്തം കാക്ഷിക്കുന്നു നബിയേ. അവിടുത്തെ സംരക്ഷണ വലയം എനിക്കുണ്ടാവണേ നബിയേ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരങ്ങളെ തങ്ങളെ വിളിച്ചുകൊണ്ട് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങൾ തന്റെ അൽ ഖസീദത്തുൻ നുഅ്മാനിയ എന്ന ഗ്രന്ഥത്തിലൂടെ രേഖപ്പെടുത്തി വെക്കുന്നു, റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നു. ശിർക്കാണോ? ശിർക്കാണെങ്കിൽ അബൂ ഹനീഫ ഇമാമിന് ശിർക്ക് തിരിഞ്ഞില്ലേ? മുസ്ലിം ലോകത്തിന് മുഴുക്കെ തൗഹീദും ശിർക്കും പഠിപ്പിച്ചു കൊടുത്ത മഹാനാണ്. ആ ഇമാമാണ് ഈ കാര്യം റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു പറയുന്നത്. കഴിഞ്ഞില്ല. നിങ്ങൾ നോക്ക്, ഇമാം മാലിക് തങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളിൽ 2ാമത്തെ വ്യക്തിയാണ്. മാലിക് ഇമാമിന്റെ അരികിൽ മദീനത്തെ പള്ളിയിൽ വന്നുകൊണ്ട് അതാ അവിടുത്തെ ഭരണാധികാരി അബൂ ജഅഫർ മൻസൂർ ജഅഫർ ചക്രവർത്തി അബൂ ജഅഫർ മൻസൂർ ചക്രവർത്തി വന്നുകൊണ്ട് പറയുന്നു, യാ അബാ അബ്ദില്ലാഹ്, ഞാൻ ഇവിടെ വെച്ച് ദ്വാരക്കുമ്പോ ഖിബിലയിലേക്ക് തിരിയണോ അതല്ല റസൂലിലേക്ക് തിരിയണോ? മദീനയിൽ പോയവർക്കറിയാലോ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് തിരിഞ്ഞാൽ നമ്മുടെ പിൻഭാഗം കഅബയിലേക്കാണ്. കഅബയിലേക്ക് തിരിഞ്ഞാലോ നമ്മുടെ പിൻഭാഗം റസൂലുള്ളാഹി തങ്ങളുടെ ഖബറിലേക്കുമാണ്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടാ തിരിയേണ്ടത്? രാജാവ് ചോദിക്കുകയാണ്. അതിന് മദ്ഹബിന്റെ ഇമാമായ 2ാമത്തെ ഇമാമായ ഇമാമുദാരിൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മാലിക് ഇമാം പറയുന്ന മറുപടി എന്താണ്? രാജാവേ, വലിമ തസ്രിഫു വജ്ഹക അൻഹു, എന്തിനാണ് നിങ്ങൾ ആ റസൂലിൽ നിന്ന് മുഖം തിരിക്കുന്നത്? ഫഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം. ആ റസൂലുള്ളാഹി നിങ്ങളുടെ ഇടയാളനാണ്. ആദം നബി മുതലുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇടയാളനല്ലേ? അതുകൊണ്ട് ബല്ലിസ്തഖ്ബിൽഹു, റസൂലിലേക്ക് നിങ്ങൾ തിരിഞ്ഞോളൂ. മാത്രമല്ല വസ്തശ്ഫിഉ ബിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആ റസൂലിനോട് നിങ്ങൾ ശഫാഅത്ത് ചോദിച്ചോളൂ. ആരാ പറയുന്നത്? ശാഫി ഇമാമിന്റെ ഉസ്താദായ ഇമാം മാലിക് തങ്ങൾ പഠിപ്പിക്കുന്നു. വിസ്ഡം മുജാഹിദ് പറയുന്നത് എന്താ? റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല. മടവൂർ ഗ്രൂപ്പ് പറയുന്നത് എന്താ? മൗലവി ഗ്രൂപ്പ് പറയുന്നത് എന്താ? അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഉപഗ്രൂപ്പുകൾ പറയുന്നത് എന്താ? പാടില്ല, പാടില്ല. റസൂലുള്ളാഹി തങ്ങളോട് ശഫാഅത്ത് തേടാൻ പാടില്ല. കേരളത്തിലെ മുജാഹിദുകൾക്ക് വേണ്ടി അവിടുത്തെ സംസ്ഥാന കമ്മിറ്റി പുറത്തിറക്കിയ പുസ്തകമാണിത്. വിശ്വാസ കാര്യങ്ങൾ, വിശ്വാസം പഠിക്കാൻ വേണ്ടി പുറത്തിറക്കിയതാ. ഇതിൽ പറയുന്നത് എന്താ? ആരംഭ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ച് ശഫാഅത്ത് തേടുന്നത് വ്യക്തമായ ശിർക്കാകുന്നു. മുജാഹിദ് പഠിപ്പിക്കുന്ന ശിർക്ക് ഇങ്ങനെ. ഇമാം മാലിക് തങ്ങൾ പഠിപ്പിക്കുന്ന തൗഹീദോ റസൂലുള്ളാഹി തങ്ങളോട് വസ്തശ്ഫിഉ ബിഹി, റസൂലിനോട് നിങ്ങൾ ശഫാഅത്ത് ചോദിച്ചോളൂ. ആരാ പറയുന്നത്? ഇമാം മാലിക് തങ്ങൾ. ലോക പ്രശസ്ത പണ്ഡിതൻ ഇമാം മാലിക് പഠിപ്പിക്കുന്നു. കേരളത്തിലെ മുജാഹിദുകൾ, കഥയില്ലാത്ത മുജാഹിദ് മൗലവിമാർ പറയുന്നതോ അത് ശിർക്കാകുന്നു. സഹോദരങ്ങളെ, നമ്മൾ ആരെ പിന്നിൽ നിൽക്കണം?
വിവരമില്ലാത്ത മുജാഹിദ് മൗലവിമാര് എഴുതി പിടിപ്പിച്ചതിന്റെ പിന്നിൽ നിൽക്കണോ? അതല്ല ലോകം കണ്ട മഹാമനീഷി മദ്ഹബിന്റെ ഇമാമുകളിൽ രണ്ടാമത്തെ വ്യക്തി ഇമാം മാലിക് പഠിപ്പിച്ച തൗഹീദിന്റെ പിന്നിൽ നിൽക്കണോ? നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അതാണ്. അതാ ഞങ്ങൾ പറയുന്നത്. വിസ്ഡം മുജാഹിദുകാർ പറഞ്ഞില്ലേ, ഇരുത്തം വന്ന അഹ്ലു സുന്നയുടെ ഉലമാക്കൾ അവർ പഠിപ്പിച്ച ആശയങ്ങൾ അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് മുജാഹിദ് പഠിപ്പിച്ചില്ലേ, ഇസ്ലാഹി മാസിക. അതാ ഞങ്ങൾ പറയുന്നത്. ആ ഇരുത്തം വന്ന പണ്ഡിതനാണ് ഇമാം മാലിക് തങ്ങൾ. ഇമാം മാലിക് പഠിപ്പിച്ച തൗഹീദ് ഇങ്ങനെയാണ്. എന്ത് ശഫാഅത്ത് ചോദിക്കാം, അത് ശിർക്കല്ല. ഇനി മദ്ഹബിന്റെ ഇമാമുകളിൽ മൂന്നാമത്തവരാരാ? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത് ഹിജ്റ 150 അതേ ദിവസമാണ് അബൂ ഹനീഫ ഇമാം വഫാത്താകുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ടിട്ടില്ല. അതുകൊണ്ട് ബഗ്ദാദിലുള്ള അബൂ ഹനീഫ ഇമാമിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അതാ ഷാഫി ഇമാം വരുന്നു. ബഗ്ദാദിലേക്ക് വരികയാണ്. വന്നിട്ട് അവർ ചെയ്യുന്നത് എന്താ? ഷാഫി ഇമാം പറയുന്നു, ഇന്നി ലാ തബറകു ബി അബീ ഹനീഫത വജീഉ ഇലാ ഖബരിഹി ഫീ കുല്ലി യൗമിൻ സാഗിറാ. എല്ലാ ദിവസവും ഞാൻ ബഗ്ദാദിലാകുമ്പോ അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കിലേക്ക് വരുന്നു. ആ മഖ്ബറയിൽ ചെന്ന് ബറക്കത്തെടുക്കുന്നു. കേരളത്തിലെ മുജാഹിദ് പറഞ്ഞെന്താ? മഖ്ബറയിൽ ചെന്ന് ബറക്കത്തെടുക്കൽ ശിർക്കാകുന്നു. ഷാഫി ഇമാം പറയുന്നത് എന്താ? അത് തൗഹീദാകുന്നു. ഞാൻ അത് ചെയ്യാറുണ്ട്. നമ്മൾ ആരെ പിന്നിൽ അടിയുറക്കണം? ഷാഫി ഇമാമിന്റെ മുമ്പിൽ പിന്നിൽ അടി നിരക്കണോ? വിവരമില്ലാത്ത മൗലവിമാർ പഠിപ്പിച്ചതിന്റെ പിന്നിൽ നിൽക്കണോ? കഴിഞ്ഞില്ല. ഷാഫി ഇമാം പറയുകയാണ്, എനിക്ക് പ്രത്യേകമായ വല്ല ആവശ്യങ്ങളും നേരിട്ടാൽ ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണ്? സ്വല്ലൈതു റക്അത്തൈനി, 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ഞാൻ ദ്വാർക്കൂല. ഞാൻ എന്താ ചെയ്യുന്നത്? വജ്അതു ഇലാ ഖബരിഹി, ഇമാം അബൂ ഹനീഫ തങ്ങളുടെ ജാറത്തിങ്കലേക്ക് ഞാൻ പോകുന്നു. വസഅൽതുല്ലാഹൽ ഹാജത ഇൻദഹു, അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ വെച്ച് ഞാൻ ദ്വാർക്കുന്നു. അബൂ ഹനീഫ ഇമാമിന്റെ ജാറത്തിങ്കൽ വെച്ച് ഞാൻ ദ്വാർക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ വെച്ച് ദുആ നടത്തിയാൽ ഫമാ തബഉദു അന്നീ ഹത്താ തുഖ്ളാ, എന്റെ ഉദ്ദേശം നിറവേറാതിരുന്നിട്ടില്ല. ജാറങ്ങളിൽ വെച്ച് ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി ഞാൻ പോകുന്നു. അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയിൽ വെച്ച് ദ്വാരക്കുന്നു. അത് തൗഹീദാണ്, ശിർക്കല്ല. ഷാഫി ഇമാം പഠിപ്പിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത് എന്താണ്? ഉദ്ദേശ സാഫല്യത്തിന് വേണ്ടി ജാറത്തിങ്കലേക്ക് പോയാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, ജൂതനാണ്, ക്രിസ്ത്യാനിയാകുന്നു. നമ്മൾ ആരെ പിന്നിൽ നിൽക്കണം? വിവരമില്ലാത്ത മൗലവിമാർ എഴുതി പിടിപ്പിച്ചതിന്റെ പിന്നിൽ നിൽക്കണോ? ഷാഫി ഇമാം പറഞ്ഞതിന്റെ പിന്നിൽ നിൽക്കണോ? വിസ്ഡം മുജാഹിദുകളെ, ഈ പറയുന്നത് ഷാഫി ഇമാമല്ലേ? ഷാഫി ഇമാം ഇരുത്തം വന്ന പണ്ഡിതനല്ലേ? ആ ഷാഫി ഇമാം പറഞ്ഞത് നിങ്ങളുടെ ഇസ്ലാഹി മാസിക പറഞ്ഞതുപോലെ ഇതുവരെ നിങ്ങൾ മൂടി വെച്ചതല്ലേ? ഇപ്പോൾ ആ സത്യം ഇതാ ഞങ്ങൾ തുറന്നു പറയുന്നു. നിങ്ങൾ എഴുതിയ സ്ഥിതിക്ക് ഈ സത്യം അംഗീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. ഇനി മദ്ഹബിന്റെ ഇമാമുകൾ നാലാമത്തെ ഇമാമാരാ? ഇമാം മുഹമ്മദ് ബിൻ ഹംബലാണ്. മഹാനവറുകൾ പറയുന്നു, 5 ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ വാഹനപ്പുറത്ത് അല്ല, കാൽനടയായി ഞാൻ ഹജ്ജിന് പോവുകയാണ്. എനിക്ക് മരുഭൂമിയിലൂടെ പോകുമ്പോ വഴിയറിയാതെ വിഷണ്ണനായി. ഞാൻ ചെയ്തത് എന്താ? ഞാൻ വിളിച്ചു പറഞ്ഞു, യാ ഇബാദല്ലാഹി ദുല്ലൂനി അലാ ത്വരീഖ്, അള്ളാഹുവിന്റെ അടിമകളെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ, നിങ്ങൾ എനിക്ക് വഴി തെളിയിച്ചു തരണേ, വഴി കാണിച്ചു തരണേ. മഹാത്മാക്കളെ വിളിച്ചു പറയുന്നു. മഹാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോ എനിക്ക് വഴിയറിയാൻ കഴിഞ്ഞു.
അഹ്മദ് ഇബ്നു ഹംബൽ മദ്ഹബിന്റെ ഇമാമുകളിൽ നാലാമത്തവരാണ്. 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണ്. ശിർക്കാണോ? തൗഹീദിൽ നിന്ന് പുറത്താണോ? ഇവർ കാഫിറായോ? മതമറി ഖുർആനിൽ മാത്രം 4 ഇമാമുകൾ മാത്രമാണോ? അവിടെ നിങ്ങോട്ട് ലോകം കണ്ട പണ്ഡിതന്മാർ മുഴുക്കെ ഇമാം ഷാഫി, ഇമാം നവവി റഹിമഹുല്ലാ. ആരാ നവവി ഇമാം? യാ ഇബാദല്ലാഹി തങ്ങളെ കൊണ്ട് റസൂലിനെ കൊണ്ട് തവസ്സുല് ചെയ്യണം. കേരളത്തിലെ മുജാഹിദ് പഠിപ്പിക്കുന്നത് എന്താ? അവരുടെ കേന്ദ്രം പുറത്തിറക്കിയ പുസ്തകമാണിത്. തവസ്സുല് ശിർക്കാകുന്നു. മുജാഹിദ് പറയുന്നു ഇത് ശിർക്കാണ്. നബവി പറയുന്നു ഇത് തൗഹീദാണ്, ഇത് സുന്നത്താണ്. നമ്മൾ ആരെ പിന്നാലെ നിൽക്കണം? കഴിഞ്ഞില്ല. ഇമാം നബവി എഴുതുന്നു റസൂലിനോട് ശഫാഅത്ത് തേടണം. അത് സുന്നത്താണ്, അത് പുണ്യകർമ്മമാകുന്നു. മുജാഹിദുകൾ പറയുന്നതോ അത് ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇരുത്തം വന്ന അഹ്ലുസുന്നയുടെ ഇമാമുമാരെ പിന്നാലെ കൂടണോ? കഥയറിയാതെ ആടുന്ന മുജാഹിദിന്റെ പിന്നാലെ കൂടണോ? വിവരമുള്ളവരോടാണ് ഞങ്ങൾക്ക് സംവദിക്കാനുള്ളത്. ഇനി നിങ്ങൾക്കറിയണോ, ഗൗസുൽ ആലം ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഉന്നത്തു ത്വാലിബീൻ എന്ന കിതാബാണിത്. ഇരുത്തം വന്ന പണ്ഡിതൻ, മുജാഹിദുകളുടെ ബിസ്ലം മുജാഹിദുകളുടെ അൽ ഇസ്ലാഹ് മാസിക പറഞ്ഞതുപോലെ ഇരുത്തം വന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതൻ. അവർ പറഞ്ഞത് എന്താ? ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ജാറത്തിങ്കിലെത്തിയാൽ തവസ്സുൽ ചെയ്യണം, അവിടെ നിന്ന് ഇസ്തിഗാസ ചെയ്യണം, റസൂലുള്ളാഹിനെ വിളിക്കണം, എന്ന് തേടണം, റസൂലിനോട് ശഫാഅത്ത് ചോദിത്തങ്ങൾ